പറയുന്ന പ്രധാന പ്രതിയുടെ തന്നെ ഭാവനയാണിത്. പ്രധാന പ്രതിയുടെ ഭാവനക്കനുസരിച്ച് നടത്തിയ ഒരു നടപടിയാണിത്. അയാളുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു സങ്കല്പം, ഒരു കുറ്റകൃത്യം എങ്ങനെ നടത്തണം എന്ന് കുറ്റവാളി സങ്കല്പിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നടത്തിയ കാര്യം. ഈ പറഞ്ഞത് സ്റ്റേജിൽ കിട്ടിയ പത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് ഇന്ന് പറയുന്നു മുഖ്യമന്ത്രി. പോലീസ് മന്ത്രി ഇങ്ങനെ പത്രം വായിച്ചാണോ അന്വേഷണ വിവരങ്ങൾ നാട്ടുകാരെ അറിയിക്കേണ്ടത്? അന്വേഷണം തുടങ്ങിയ വേളയിൽ തന്നെ നിഗമനം പ്രഖ്യാപിച്ച് പോലീസിന് പരിധി നിശ്ചയിച്ചു കൊടുത്തോ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി ഗൂഢാലോചനക്കാർക്കൊപ്പമാണ് എന്ന് ആരോപിക്കാൻ മാത്രമുള്ള മാനം ഈ ഒരൊറ്റ പൊതുപ്രസംഗത്തിനുണ്ടോ? എഡിറ്റേഴ്സ് അവർ ചർച്ച ചെയ്യുന്നു. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞിട്ടില്ലെന്ന വിശദീകരണവുമായി മുഖ്യമന്ത്രി. പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇപ്പോൾ എല്ലാവരെയും പിടികിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ പിടികിട്ടി കഴിഞ്ഞ സാഹചര്യത്തിൽ കാര്യങ്ങൾ അവരന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും. ഇതാണ് ഞാൻ പറഞ്ഞത്. കേസ് ഒതുക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നുവെന്ന് കോൺഗ്രസും ബി.ജെ.പിയും. പ്രതികളുമായി കോയമ്പത്തൂരിൽ തെളിവെടുപ്പ്, മൊബൈൽ ഫോണും ഒളിസങ്കേതവും കണ്ടെത്തി. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മുൻ പോലീസ് മേധാവി ടി.പി. സെൻകുമാറിന്റെ സത്യവാങ്മൂലം. ഡി.ജി.പി സ്ഥാനത്ത് നിന്ന് മാറ്റിയത് രാഷ്ട്രീയ പകപോക്കൽ. CPIM നേതാക്കൾക്കെതിരെ നടപടി സ്വീകരിച്ചത് ചൊടിപ്പിച്ചെന്ന് സെൻകുമാർ സുപ്രീം കോടതിയിൽ. ബി ഉണ്ണിത്താൻ വധക്കേസിലെ പ്രതി അബ്ദുൾ റഷീദിന് SP ആയി സ്ഥാനക്കയറ്റം. P.K. കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് ദേശീയ നേതൃത്വത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. ഖാദർ മൊയ്തീൻ പ്രസിഡന്റ്, E.T. മുഹമ്മദ് ബഷീർ ഓർഗനൈസിംഗ് സെക്രട്ടറി. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പിന്നീട് തീരുമാനിക്കും. കാസർഗോഡ് പടന്നയിൽ നിന്ന് കാണാതായ യുവാവ് അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ടു. മരണം ഡ്രോൺ ആക്രമണത്തിലെന്ന് ബന്ധുക്കൾക്ക് സന്ദേശം കിട്ടി. IS-ൽ ചേർന്ന മറ്റു മലയാളികളെക്കുറിച്ച് വിവരമില്ല. ലഭിച്ച സന്ദേശം NIA-ക്ക് കൈമാറിയെന്ന് ബന്ധുക്കൾ. ഓസ്കർ പുരസ്കാര പ്രഖ്യാപനം നാളെ പുലർച്ചെ. പുരസ്കാരങ്ങളിൽ റെക്കോർഡ് ലക്ഷ്യമിട്ട് ലാ ലാ ലാൻഡ്, പ്രതീക്ഷയുടെ മൂൺലൈറ്റും അറൈവലും. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ഗൂഢാലോചന ഇല്ലെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ഉണ്ടായത്. രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരാൾ കാള പെറ്റുവെന്ന് കേട്ടാൽ ഉടൻ കയറെടുക്കരുതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പ്രധാന പ്രതിയുടെ ഭാവനക്കനുസരിച്ച് നടത്തിയ ഒരു നടപടിയാണ്. അയാളുടെ മനസ്സിൽ ഉയർന്നു വന്ന ഒരു സങ്കല്പം, ഒരു കുറ്റകൃത്യം എങ്ങനെ നടത്തണം എന്ന് കുറ്റവാളി സങ്കല്പിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നടത്തിയ കാര്യം. ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. കോഴിക്കോട്ടെ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ ഈ പ്രതികരണം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. ഇതിനെതിരെ വിവിധ രംഗങ്ങളിൽ നിന്നും പ്രതിഷേധമുയർന്നു. തുടർന്നാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ വ്യക്തത വരുത്തിയത്. ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന് താൻ എവിടെയും പറഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചത്? ഞാൻ ദീപികയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അന്ന് സ്റ്റേജിൽ എനിക്കൊരു പത്രം കിട്ടും. ആ പത്രത്തിൽ ഗൂഢാലോചന ഇല്ല എന്ന് പറഞ്ഞതായിട്ട് റിപ്പോർട്ട് ചെയ്തു. ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു റിപ്പോർട്ട് കാണുന്നു. എനിക്ക് ഔദ്യോഗികമായി കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയല്ല, ഇങ്ങനെ റിപ്പോർട്ട് കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മാധ്യമങ്ങൾ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണത്തിന് പുറപ്പെടുന്നു. ആ ഭാഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കട്ടെ. പോലീസ് അന്വേഷിച്ച് കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരും. ഇപ്പോൾ എല്ലാവരെയും പിടികിട്ടി കഴിഞ്ഞിട്ടുണ്ട്. ആ പിടികിട്ടി കഴിഞ്ഞ സാഹചര്യത്തിൽ കാര്യങ്ങൾ അവരന്വേഷിച്ച് പുറത്തു കൊണ്ടുവരും. ഇതാണ് ഞാൻ പറഞ്ഞത്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾക്ക് ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഈ രമേശ് ചെന്നിത്തലയെ പോലെ ഒരാൾ കാള പെറ്റുമെന്ന് കേട്ടപ്പോൾ കയറെടുക്കാൻ പാടില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, കോൺഗ്രസ് ശ്രീ V. ശിവദാസൻ CPIM, ശ്രീ MT രമേശ് BJP, ഒപ്പം അഡ്വക്കേറ്റ് ആശയും. ആദ്യം അഡ്വക്കേറ്റ് ആശ, മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഈ കേസ് സംബന്ധിച്ച നിഗമനങ്ങൾ ഒരു പൊതുപ്രസംഗത്തിൽ പറയുകയാണ്. അത് ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപെന്നല്ല, ഈ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്രതിയെ കസ്റ്റഡിയിൽ പോലും വാങ്ങുന്നതിന് മുൻപ് പോലീസ് ചുമതലയുള്ള മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു അഭിപ്രായം നടത്തിയത് ഉചിതമായോ? ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഇത് സംബന്ധിച്ച ആക്ഷേപങ്ങളെ ഇല്ലാതാക്കുന്നതാണോ? ഞാൻ വേറൊരു ചാനലിൽ പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി നമ്മുടെ സിസ്റ്റത്തിൽ, ജനാധിപത്യത്തിൽ ഒരു ലെജിസ്ലേറ്റീവ് ഹെഡ് മാത്രമാണ്.
പക്ഷേ ലെജിസ്ലേറ്റീവ് ഹെഡായിട്ടുള്ള മുഖ്യമന്ത്രി ഒരു അന്വേഷണം ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് അതിൽ കയറി ഇടപെടാൻ മജിസ്ട്രേറ്റിന് പോലും അല്ലെങ്കിൽ ജഡ്ജിന് പോലും അവകാശമില്ല എന്ന് CRPC പറഞ്ഞിരിക്കുന്ന സമയത്ത് കേവലം മോണിറ്റർ ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ എന്ന് കൃത്യമായി തന്നെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി കയറിയിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഒരു ഭാവന ഇത്രയേ ഉള്ളൂ, അതായത് എക്യൂസ്ഡ് ആയിട്ട് ഇപ്പോൾ പിടിച്ചിട്ടുള്ള സുനി എന്ന ആളുടെ ഭാവന അനുസരിച്ചാണ് ഈ നടിയെ എങ്ങനെ പിടിക്കണം, എങ്ങനെ ഉപദ്രവിക്കണം, എങ്ങനെ കിഡ്നാപ്പ് ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ആ പ്ലാനിങ് മൊത്തം ഒരാളുടെ മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ ഉണ്ടായിരിക്കുന്ന ഒരു വിഷയം, ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ വരെ പോയാൽ മതി എന്ന ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ള സൂചന കിട്ടുന്നില്ലേ ജനങ്ങൾക്ക് എന്നതാണ് വലിയ ക്വസ്റ്റ്യൻ. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹം ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഇതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് എങ്ങനെയാണ് ചിന്തിക്കുക എന്നാണ് ഞാനവിടെ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അല്ലല്ല, ഇതിൻ്റെ പുറകിൽ ഇനിയും ആളുകളുണ്ട്, ഗൂഢാലോചനയുണ്ട്. മാത്രമല്ല കൃത്യമായി തന്നെ വിക്ടിം എന്ന് പറഞ്ഞു, എനിക്ക് കൊട്ടേഷൻ നൽകിയതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ ഉപദ്രവിച്ചത് എന്ന്. അപ്പോൾ കൊട്ടേഷൻ നൽകി എന്ന വാക്ക് പറയുമ്പോൾ കൊട്ടേഷൻ ആര് നൽകി, അവിടേക്ക് അന്വേഷണം പോയിട്ടില്ല. അവിടെ അന്വേഷണം പോയിട്ടുണ്ടെങ്കിൽ തന്നെ അഥവാ ആര് കൊട്ടേഷൻ നൽകിയെന്നതിനെ കുറിച്ച് നമുക്ക് സൂചന കിട്ടിയിട്ടില്ല. പലരുടെ പേരും പറയുന്നു, നടൻ ദിലീപിൻ്റെ അടക്കമുള്ള പേരുകൾ പറയുന്നു. പക്ഷേ അങ്ങനെ ഒരാളെ വിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ അതിൻ്റെതായ രീതിയിൽ ഒന്നും പോയിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കേരളത്തിലെ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പ് മന്ത്രി പറയുമ്പോൾ എങ്ങനെയാണ് ആഭ്യന്തര വകുപ്പിലിരിക്കുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ മുഖ്യമന്ത്രിയുടെ അപ്പുറത്തേക്ക് കടന്ന് ഞങ്ങൾ അന്വേഷണം നടത്തുമെന്ന് പറയാം? കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞൊരു സംഗതിയാണ്, ഇവരുടെയൊക്കെ പ്രൊമോഷൻ എന്ന് പറയുന്നത് സീനിയോറിറ്റി കം മെറിറ്റ് ആണ്. ഈ മെറിറ്റ് നിശ്ചയിക്കുന്നത് ഇവരുടെ ഹെഡായിട്ടുള്ള മുഖ്യമന്ത്രിയെ പോലെയുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ ഇവരൊക്കെ തന്നെ ജീവിക്കാൻ വേണ്ടിയാണല്ലോ പോലീസ് പണി ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും നല്ലൊരു പോസ്റ്റിലേക്ക് കയറാൻ ആഗ്രഹമുള്ള SI മുതൽ ADGP വരെയുള്ള ആളുകൾ കേസ് അന്വേഷണം നടത്തുമ്പോൾ അവരൊക്കെ തന്നെ വളരെ പ്രശ്നത്തിലായി പോവാണ്. കാരണം കേർട്ടേൽ ചെയ്യപ്പെടുകയാണ് അവിടെ ഇൻവെസ്റ്റിഗേഷൻ. അത് വലിയൊരു വിപത്താണ്. കാരണം നമ്മളെപ്പോലെയുള്ള ആളുകൾ വളരെയധികം പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഒരു സന്ദർഭത്തിൽ, കാരണം ഇയാളെ പിടിച്ചു, ഇനി ഇയാളിൽ നിന്നും അടുത്ത ആളിലേക്ക് ലിങ്ക് പോവും, കൃത്യമായി തന്നെ അടുത്ത പ്രതിയെ, മെയിൻ പ്രതിയെ പിടിക്കും, ആരാണ് ഗൂഢാലോചന നടത്തിയത്, ആരാണ് ഇയാൾക്ക് കൊട്ടേഷൻ നൽകിയത്, എന്താണ് ഇതിന്റെ പിന്നിൽ താല്പര്യങ്ങൾ, എന്തുകൊണ്ടൊരു നടി ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നു, എന്താണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ട് സിനിമാ ലോകം ഒരു മൊത്തം ഒരു ക്രിമിനലൈസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയിലാണോ എന്നൊക്കെ നമ്മൾ ആശങ്കപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇത്രയേ ഉള്ളൂ എന്ന് പറയുന്ന ഒരവസ്ഥ. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് പഠിക്കപ്പെടേണ്ടതാണ്. തുടരുക. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, സംസ്ഥാന മുഖ്യമന്ത്രി ഗൂഢാലോചനക്കാർക്കൊപ്പം ചേർന്നതിന്റെ തെളിവാണ് പോലീസിന് പരിധി നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നത് എന്ന് ഇന്ന് പ്രതിപക്ഷം ആരോപിക്കുകയാണ്. അതിൻ്റെ യുക്തി എന്താണ്? മുഖ്യമന്ത്രി ഈ നടത്തിയ പ്രസ്താവം അപാകതയുള്ളതാണ്, അത് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം. മറിച്ച് മുഖ്യമന്ത്രി ഗൂഢാലോചകരെ സംരക്ഷിക്കുകയാണെന്ന് പറയുമ്പോൾ അതിനൊരു യുക്തി വേണം. ഇനിയിപ്പോൾ ഗൂഢാലോചനക്കാരെ സംരക്ഷിക്കാനാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു യോഗം വിളിച്ചുകൂട്ടി നാട്ടുകാരോട് മുഴുവൻ പറയണ്ടല്ലോ, ഈ പോലീസുകാരോട് രഹസ്യമായി അങ്ങ് നിർദ്ദേശം കൊടുത്താൽ പോരെ? ഇത് അദ്ദേഹം പർപ്പസ്ഫുള്ളായിട്ട് ഇങ്ങനെ ഗൂഢാലോചനക്കാരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തു എന്ന് മുഴുവൻ പറയാൻ കഴിയില്ല. പക്ഷെ ഒന്നുണ്ട്, അദ്ദേഹത്തിന് എന്തോ ഹാർബർ ചെയ്യാൻ്റെ കാര്യമുണ്ടോ എന്ന് സംശയം വരുവാണ്. അവിടെ പ്രശ്നം. വക്കീൽ പറഞ്ഞ മാതിരി അദ്ദേഹം എക്സിക്യൂട്ടീവ് ഹെഡല്ലേ, പോലീസിൻ്റെ തലപ്പത്ത് DGP അടക്കം ആൾക്കാരുടെ CR എഴുതേണ്ട മുഖ്യമന്ത്രിയാണ്. അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ പറയുകയാണ്, അതിനപ്പുറത്തേക്കില്ല. ഞാനത് TV കേട്ടപ്പോഴേ എൻ്റെ റിയാക്ഷൻ അതായത് ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. പക്ഷേ അദ്ദേഹം, എനിക്ക് തോന്നുന്നു അദ്ദേഹം അത് തിരുത്തിയെങ്കിൽ മനസ്സിലാക്കാം. ഇപ്പോൾ അദ്ദേഹം ഉരുളുവാണ് അദ്ദേഹം. ഞാൻ അങ്ങനെ പറയേണ്ടത്. ഇപ്പം ഈ പണ്ട് പ്രിൻ്റ് മീഡിയയുള്ളപ്പോഴേക്കും നമുക്ക് ഡിനൈ ചെയ്യാം, കേൾക്കുന്ന ലേഖനം ഇതല്ലല്ലോ, ഇത് നിങ്ങൾ കാണിക്കല്ലേ എടുത്തിട്ട്. അപ്പം അദ്ദേഹം ഇതിൻ്റെ അപ്പുറത്തില്ല, അയാളുടെ ഭാവന വന്നാണെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഗൂഢാലോചന ഇല്ലെന്നാണ്. ഇത് ഗൂഢാലോചന ആര് നടത്തിയെന്നുള്ളത് കണ്ടുപിടിക്കണം. ഉണ്ടെന്നുള്ളത് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞില്ലേ. നടി തന്നെ പറഞ്ഞല്ലോ, എന്നെ ഉപദ്രവിച്ച ആൾ തന്നെ പറഞ്ഞു കൊട്ടേഷനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടുപിടിച്ച് തീരും. എനിക്ക് വേറെ സംശയങ്ങളുള്ളത്, ഈ സിനിമാ സംഘടനകൾ ഇപ്പോൾ ഇവരെയൊക്കെ പിടിച്ചതോടുകൂടി അവർ സൈലൻ്റായോ? അമ്മയൊന്നും മിണ്ടുന്നില്ല. ഒരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്, ഇത് അന്വേഷണം പല തട്ടിലേക്കും പോകണം. ഈ സിനിമാ ലോകത്ത് കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള പല കാര്യങ്ങളും ജനങ്ങൾ അറിയുന്നില്ല. അവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ തന്നെ നിങ്ങളുടെ റിപ്പോർട്ട് ഞാൻ കണ്ടു, ഇയാൾ തന്നെ 5 പേരെ ഇതുപോലെ തന്നെ നേരത്തെ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. അപ്പോൾ ഇതെന്തുകൊണ്ട് ഇവർ നേരത്തെ റിപ്പോർട്ട് ചെയ്തില്ല? പല കലാകാരന്മാരുടെയും അതുപോലെ സിനിമാക്കാരുടെയൊക്കെ ബോഡി ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ക്രിമിനൽസാണ്. അതെ, അല്ല ഇതൊക്കെ ശരിയാണ്. അങ്ങനെ ഒരു ഗൂഢാലോചന ആംഗിളിലേക്ക് പോകില്ല എന്ന് നമുക്കിപ്പോൾ മുൻവിധിയോടുകൂടി പറയാൻ സാധിക്കില്ലല്ലോ.
കോടതിയിൽ കുറ്റപത്രം കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങൾ, അതാണല്ലോ പോലീസ് ഔദ്യോഗികമായി നൽകുന്ന വിവരം. ഇപ്പോൾ പോലീസ് ഗൂഢാലോചന ഉണ്ടോന്നോ ഇല്ലെന്നോ ഇപ്പോൾ നമ്മൾ ജനങ്ങളോട് പറയുക സാധ്യമല്ലല്ലോ. മുഖ്യമന്ത്രിക്ക് ശരി ഇനി അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന ആളിലേക്ക് അന്വേഷണം പോയാൽ മതി, അതിനപ്പുറത്തേക്ക് പോകേണ്ട എന്നൊരു താല്പര്യം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അത് അദ്ദേഹം മൈക്ക് വെച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അതാണ് അതിൻ്റെ യുക്തി. പോലീസുകാരോട് പറഞ്ഞാൽ പോരെ? അല്ല, അത് അവിടെ പരസ്യമായിട്ട് പറയാൻ പാടില്ല അങ്ങനെ. അത് സന്ദേശമല്ലേ പോകുന്നത്? അവിടെ പ്രശ്നം. മുഖ്യമന്ത്രിയെ പോലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന ഒരു വ്യക്തി ഒരു പോലീസിന് ഇപ്പം ഇന്നലെ എന്താ പറ്റിയത്? പ്രതിയുടെ വക്കീലെടുത്ത് ഉപയോഗിച്ച വാചകം എന്താ ഇതാ ഉപയോഗിച്ചത്. അപ്പം അതല്ലേ പ്രശ്നം. പിന്നെ ആ മജിസ്ട്രേറ്റ് അങ്ങ് വിട്ടുകൊടുത്തു. പക്ഷെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്, കൊടുത്തേ മതിയാവും. അപ്പം ഇത് ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അവർക്ക് ഇപ്പം ഈ താഴെയുള്ള SIO CI അന്വേഷിക്കുക. അവർക്കിതരം മുഖ്യമന്ത്രി പറയുന്നത് നമ്മൾ അന്വേഷിക്കുമ്പോൾ എന്തിനാ? ഇനി അന്വേഷിച്ചാൽ മുകളിലോട്ട് പോകുമ്പോഴേക്കും അത് അംഗീകരിക്കണമെന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അദ്ദേഹം പറയാൻ പാടില്ലാത്താണ് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം ഈ ഇപ്പോഴത്തെ ക്ലാരിഫിക്കേഷൻ ശരിയല്ലെന്ന് എൻ്റെ അഭിപ്രായം. കൃത്യമായിട്ട് പറയണം അദ്ദേഹം. അതാണ് അഡ്വക്കേറ്റ് ആശ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത് മുതലേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ പൊതുപ്രസംഗത്തിൽ ഒരു വീഴ്ച ഉണ്ടായി. അത് വളരെ കൃത്യമായ പ്രതിഭാഗം ഉപയോഗിച്ചിട്ടുണ്ട്. കസ്റ്റഡി അപേക്ഷ, പോലീസിൻ്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ പ്രതിഭാഗം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഒരാൾക്ക് മാത്രമേ ഗൂഢാലോചനയിൽ പങ്കുള്ളൂ, ഒരാൾക്ക് മാത്രമേ ഇക്കാര്യത്തിൻ്റെ ആസൂത്രണത്തിൽ പങ്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കസ്റ്റഡി ആവശ്യമില്ല എന്ന നിലപാടാണ് പ്രതിഭാഗം സ്വീകരിച്ചത്. അതിനൊരു അവസരമുണ്ടായി എന്നുള്ളതിനപ്പുറത്ത് ആ പറഞ്ഞതിൽ മറ്റാരെയെങ്കിലും സംരക്ഷിക്കാനുള്ള താല്പര്യമുണ്ട് എന്ന് ആരോപിക്കുന്നത് ദുരുദ്ദേശപരമല്ലേ? ഞാൻ മുഖ്യമന്ത്രി ആരെങ്കിലും താല്പര്യപൂർവ്വം സംരക്ഷിക്കണമെന്നോ അല്ലെങ്കിൽ ഗൂഢാലോചന എന്താ പറയുക മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു മുഖ്യമന്ത്രി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാൻ പാടില്ലായിരുന്നു. വളരെ അനവസരത്തിലാണ് അങ്ങനെ ചെയ്തത്. കാരണം ഇവരൊക്കെ പൊളിറ്റിക്കൽ ലീഡേഴ്സും കൂടിയാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിൽ ചില പ്രതീക്ഷകളുണ്ട് അവരുടെ വായിൽ നിന്ന് ഓരോ വീഴുന്ന വാക്കുകളുടെ മുകളിലും. ഇത് കേവലം ഒരു അഡ്രസ്സ് ചെയ്യുന്നത് കോടതിയിലോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലോ മാത്രം സംസാരിക്കുന്ന നിയമപരമായ വാക്കുകൾ മാത്രമല്ല. കേരളത്തിലെ സ്ത്രീകൾ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ച ഒരു ഗവൺമെൻറ് സ്ത്രീ സുരക്ഷയുടെ മുകളിൽ നമ്മളോട് പറയുന്നത് ഒരു പ്രതിയെ കിട്ടി, നിങ്ങൾ ഈ പ്രതിയോട് സമാധാനിച്ചോളൂ എന്ന് പറയുമ്പോൾ വിക്ടിം ഒരു വാക്ക് പറഞ്ഞു. എന്നെ അപായപ്പെടുത്തിയത് ആൾ എന്നോട് പറഞ്ഞത്, നിന്നെ ഞാൻ അപായപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിന്നെ ഉപദ്രവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ദ മോട്ടീവ് ഈസ് നോട്ട് മണി. അങ്ങനെയാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ പണം നൽകാൻ ലേഡിക്ക് സാധിക്കും. പക്ഷേ മോട്ടീവ് ഈസ് നോട്ട് മണി. ഞാൻ മറ്റൊരാൾക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത്. മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് അയാൾ വീഡിയോഗ്രാഫ് ചെയ്തതും അയാൾ മറ്റു പല രീതിയിൽ ഇവരെ ഇല്ലാണ്ടാക്കുക എന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അയാൾ അങ്ങനെ മുഴുവൻ മൊത്തം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ മറ്റൊരാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ മാത്രമാണ് ഇയാൾ. അപ്പോൾ പ്രേരകൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഹീസ് ഈക്വലി ലയബിൾ. ആ പ്രേരകനിലേക്ക് കേസ് പോയേ പറ്റൂ. അവിടെയാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സിന്റെ മനസ്സിലേക്ക്, അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്ന കേസാണ്. ഞങ്ങളെപ്പോലുള്ള ആളുകൾ വളരെ ആശങ്കയുണ്ട്. ഞങ്ങൾക്ക് പുറത്ത് സഞ്ചരിക്കുന്ന ആളുകൾ, തൊഴിലെടുക്കുന്ന സ്ത്രീകളുടെ സംരക്ഷണം, ഇതൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളിൽ ചർച്ച ചെയ്യാനുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ ഇത്തരം ഒരു വാക്കുകൾ വരുമ്പോൾ സ്ലിപ്പ് ഓഫ് ദ ടങ് ആണ് എന്ന് നമുക്ക് ആശ്വസിക്കാൻ പറ്റാത്തത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. ഞാൻ വളരെ വിഷമകരമായിട്ട് പറയുന്ന സംഗതി, ഇൻവെസ്റ്റിഗേഷനിൽ വളരെ വലിയ റോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്കാണ്. അവിടെ മറ്റൊരാൾ ഇടപെടാൻ പാടില്ല, കോടതിക്ക് പോലും ഇടപെടാൻ പറ്റില്ല, മോണിറ്റർ ചെയ്യാനേ സാധിക്കുള്ളൂ. ഇവിടെയാണ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന ആൾ ഇരിക്കുമ്പോൾ നമുക്ക് ഭയം ഉണ്ടാവുന്നതും. സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നല്ല ഏജൻസിയോ കേസ് അന്വേഷണം ഏൽപ്പിക്കണം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. കാരണം നമുക്ക് ഒരു ധൈര്യക്കുറവ് വരികയാണ്. ഇവരൊക്കെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ആളുകളൊക്കെ തന്നെ എങ്ങനെയാണ് അന്വേഷണം നടത്തുക? പിന്നെ മാത്രമല്ല, ഇവരൊക്കെ ഈ പോലീസുകാരൊക്കെ നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായി സുപ്രീം കോടതിയിലും മറ്റു കോടതികളിലൊക്കെ എത്തുമ്പോൾ കേസുകളൊക്കെ വിട്ടുവിട്ട് പോവുകയാണ്. നമ്മൾ കാണുന്നുണ്ടത്. പ്രോസിക്യൂഷൻ വളരെ അട്ടർ ഫെയിലിയറായി മാറുന്നുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് വരുമ്പോൾ കേസിനെ കുറിച്ച് കൂടുതൽ അവഗാഹമായി ചിന്തിക്കുകയും പഠിക്കുകയും ഡിഫൻസ് ലോയർ മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ ഇവിടെ പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയാണ്. നമ്മൾ സൗമ്യ കേസിൽ കണ്ടു. അപ്പോൾ ഈ അതേ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ ആശങ്കയുണ്ട് ഇത്തരം കാര്യങ്ങളുടെ മുകളിൽ സംസാരിക്കും. അപ്പം അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു പൊളിറ്റിക്കൽ ഇടപെടലും കൂടി വരാം. അത് ഭീതിജനകമാണ്, നമുക്ക് സമാധാനമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല, ഈ
പ്രതിയെ സംബന്ധിച്ചോളം വളരെ കൃത്യമായിട്ട് നിങ്ങൾ നൽകിയ റിപ്പോർട്ട് പ്രകാരം ഇതിന് മുൻപും സ്ത്രീകളെ അയാൾ ഉപദ്രവിച്ചിട്ടുണ്ട്. അപ്പോൾ അയാൾ സ്ഥിരം കൊട്ടേഷൻ എടുക്കുന്ന ആളാണ്. അയാൾക്ക് വേണ്ടി ചെയ്യുന്ന ആളല്ല, അയാൾ കൊട്ടേഷൻ എടുക്കുന്ന ആളാണ്. കൊട്ടേഷൻ എടുക്കുന്ന ആളുകൾക്ക് സിനിമയിൽ സ്പേസ് ഉണ്ടാവുക, അയാളെ സംരക്ഷിക്കുക, ഉന്നതരായ വക്കീലന്മാർക്ക് വരാൻ സാധിക്കുക, അയാൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ സന്നാഹം. ഡിഫൻസ് ഈസ് വെരി അലേർട്ട് ഹിയർ, ബട്ട് ദ പ്രോസിക്യൂഷൻ ഈസ് നോട്ട് അലേർട്ട്, ദ പോലീസ് ഈസ് നോട്ട് അലേർട്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും സംവിധാനങ്ങളും സാവകാശങ്ങളും അയാൾക്ക് കിട്ടിയത്, പക്ഷെ നമുക്ക് കിട്ടാതിരുന്നത്. തീർച്ചയായും അതാണ് തുടരുക. ശ്രീ വി ശിവദാസൻ, ഇവിടെ മുഖ്യമന്ത്രി അസന്നിഗ്ധമായി ഒരു വിധി പ്രസ്താവം അങ്ങ് നടത്തിയിട്ട് ഇത് ഒരാളുടെ ഭാവനയിൽ വിരിഞ്ഞ കാര്യമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ട് പിന്നെ എന്ത് അന്വേഷണം എന്ന് ആലോചിക്കുന്നതല്ലേ ശരി? കാരണം ഇനിയിപ്പോൾ അന്വേഷണത്തിൻ്റെ തന്നെ പ്രസക്തി ഇല്ലാത്ത വിധത്തിൽ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തിക്കളഞ്ഞില്ലേ? പറഞ്ഞത് അന്ന് നേരത്തെ നടത്തിയിട്ടുള്ള പ്രസ്താവന പറഞ്ഞ അദ്ദേഹം തന്നെ അത് സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, ഞാൻ അന്ന് കണ്ടിട്ടുള്ള ഒരു പത്രത്തിൽ വന്നിട്ടുള്ള പത്രപ്രതിനിധികളുടെ ചോദ്യത്തോട് ഞാൻ പറഞ്ഞിട്ടുള്ള മറുപടിയാണത് എന്ന നിലയിൽ അദ്ദേഹം അതിനെ സംബന്ധിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനങ്ങൾ നടന്നിട്ടുള്ള ഒരു കാലത്ത് കേരളം ഭരിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്ന് പറഞ്ഞാൽ 2014 2014-ലും 2015-ലും നടന്നിട്ടുള്ള സ്ത്രീ പീഡനങ്ങളുടെ കണക്ക് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ തന്നെ റിപ്പോർട്ട് പ്രകാരം അത് കേരളത്തിൽ 16,000-ന് മുകളിലാണ്. 2014 റിപ്പോർട്ട് പ്രകാരം 13,000-ഉം 2015-ലേത് നോക്കുമ്പോൾ അതിനേക്കാളും വലിയ ഉയർന്ന നിരക്കിലേക്കാണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തെ കൊണ്ടെത്തിച്ചിട്ടുള്ള ആളുകൾ ഇന്ന് പിണറായി വിജയനെയും പിണറായി വിജയന്റെ സർക്കാരിനെയും ടാർഗറ്റ് ചെയ്യാണ്. അല്ല, അതല്ല വിഷയം. ശ്രീ വി ശിവദാസൻ, ഇവിടെ ക്രമസമാധാന തകർച്ച ഉണ്ടോ ഇല്ലയോ, സ്ത്രീകൾ സുരക്ഷിതരാണോ അരക്ഷിതരാണോ, ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്, നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. ഇവിടെ പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഈ അപാകം പ്രതിഭാഗം ഇന്നലെ തന്നെ അത് കോടതിയിൽ ഉപയോഗിക്കാൻ ശ്രമിച്ചു, വിജയിച്ചിട്ടില്ല എങ്കിൽ പോലും ഇവിടെ കൃത്യമായും പ്രതിപക്ഷം ആരോപിക്കുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഒരു പരിധി നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു, ഇതിനപ്പുറം പോകരുത്. അങ്ങനെ പൾസർ സുനിക്കപ്പുറം പോകരുത് എന്ന നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണോ ഇപ്പോൾ ഈ അന്വേഷണ സംഘം അന്വേഷിക്കുന്നതെന്ന സംശയം നാട്ടുകാർക്ക് തോന്നിക്കൂടെ? അഭിലാഷ്, അങ്ങനെ തോന്നില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം പിണറായി വിജയന്റെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സ്ത്രീ പീഡനങ്ങളോടുള്ള സമീപനം, അത് ഒന്നാമത് പെരുമ്പാവൂരിൽ നടന്നിട്ടുള്ള കൊലപാതക കേസ് മുതൽ ഇങ്ങോട്ട് എടുത്തിട്ടുള്ള ഏറ്റവും കാർക്കശ്യമാർന്ന നിലപാടുകൾ, അതൊരു സാക്ഷ്യപത്രമാണ്. ആ സാക്ഷ്യപത്രത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് പിണറായി അദ്ദേഹത്തിന്റെ നേരത്തെ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സംബന്ധിച്ച് എന്താണ് അതിന്റെ സാഹചര്യം, ഏത് സന്ദർഭത്തിലാണ് പറഞ്ഞത് എന്നുള്ളത് വിശദീകരിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വിശദീകരണം നൽകുമ്പോൾ തന്നെ നിങ്ങളുടെ ഈ ചോദ്യം അത് അർത്ഥമില്ലാത്തതായി മാറി. എന്തുകൊണ്ട് ശ്രീ വി ശിവദാസൻ, ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രതിഭാഗം കൃത്യമായും മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവമാണ് അവരുടെ ആയുധമാക്കുന്നത്. അതൊന്ന്. രണ്ട്, പോലീസിന്റെ ചുമതലയുള്ള ആഭ്യന്തരമന്ത്രി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിന്റെ അന്വേഷണം നടക്കുമ്പോൾ അദ്ദേഹം പത്രത്തിൽ വായിച്ചതും അദ്ദേഹത്തിന് തോന്നുന്നതുമായ കാര്യങ്ങളല്ലല്ലോ പറയേണ്ടത്. അദ്ദേഹത്തെ അന്വേഷണം സംബന്ധിച്ച ഒരു കാര്യവും പുറത്തു പറയാതിരിക്കാം, അതങ്ങനെ ചെയ്യണം. അതിനപ്പുറത്ത് കൃത്യമായി ഇതാണ് വസ്തുത എന്ന് പോലീസിന്റെ തലപ്പത്തുള്ള പോലീസിന്റെ ചുമതലയുള്ള മന്ത്രി പറഞ്ഞാൽ അതിനെ എങ്ങനെയാണ് പിന്നെ മനസ്സിലാക്കേണ്ടത്? അല്ല, മന്ത്രി അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് വിശദീകരിച്ച് കഴിഞ്ഞല്ലോ. ആ വിശദീകരണത്തിന്റെ കാമ്പ് മനസ്സിലാക്കിയിട്ട് നിൽക്കുക എന്നുള്ള അല്ലാതെ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ സംസാരിക്കേണ്ടുന്ന കാര്യം തന്നെയില്ല. ഒന്ന് ഞാൻ കൂട്ടിച്ചേർക്കുന്നത്, പ്രതിഭാഗം ഉപയോഗപ്പെടുത്താൻ നോക്കുന്നു എന്നതാണ്. പ്രതിഭാഗം കിട്ടാവുന്നത് മുഴുവൻ ഉപയോഗപ്പെടുത്താൻ നോക്കും. അങ്ങനെ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ, അതിനുള്ള ശ്രമം അവർ നടത്തി കഴിഞ്ഞാൽ, അതിനൊപ്പം പ്രതിയെ സഹായിക്കുന്ന അല്ലെങ്കിൽ പ്രതികൾക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കേണ്ടുന്ന ആളുകളല്ലല്ലോ നമ്മൾ. ആ പ്രതികൾ ചെയ്തിട്ടുള്ള കുറ്റം ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പറ്റണം. അവിടെ വക്കീലന്മാരുൾപ്പെടെയുള്ള ചില ആളുകൾ, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, ചില വക്കീലന്മാർ ഉൾപ്പെടെ എടുത്തിട്ടുള്ള സമീപനം എന്താ, പ്രതിയെ രക്ഷപ്പെടുന്നതിന് വേണ്ടി സഹായിക്കുകയായിരുന്നു. ഇപ്പോ ജിഷ കേസിന്റെ സമയത്ത്, നമ്മുടെ പെരുമ്പാവൂരിലെ കേസിന്റെ സമയത്ത് കുറ്റവാളികളെ സഹായിക്കുന്ന സമീപനം എടുത്ത ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കേരളത്തിന്റെ ക്രമസമാധാനത്തിന്റെ തകരണമെന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകളൊക്കെ കൂടിയാണ് ഈ പ്രതികളെ. അല്ല, നമുക്ക് അത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പോകാൻ ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താൻ ദയവായി തുടരണം ശ്രീ വി ശിവദാസൻ. ശ്രീ പി എസ് ശ്രീധരൻപിള്ള ടെലിഫോൺ. അല്ലെങ്കിൽ ശ്രീ പി എസ് ശ്രീധരൻപിള്ള, മുഖ്യമന്ത്രി അന്വേഷണത്തിലിരിക്കുന്ന ഒരു കേസിനെ കുറിച്ച് ഈ ഒരാളുടെ മാത്രം ഭാവനയാണ് ഈ സംഭവം എന്ന് ഖണ്ഡിതമായി പറഞ്ഞത് ശരിയായില്ല എന്നുള്ളതിനപ്പുറത്ത് അത് അന്വേഷണ സംഘത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുമെന്ന് നമ്മൾ കാണണോ? അങ്ങനെ ഒന്നുണ്ടോ അതിൽ?
തീർച്ചയായിട്ടും മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിന്റെ കൈയാളുന്ന മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്ന ഓരോ അഭിപ്രായവും ആ പോലീസ് ഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളമുള്ള അവർക്കുള്ള സന്ദേശമാണ്, മെസ്സേജാണ്, അഭിപ്രായമാണ്. അതിനെ സ്വാധീനിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള കാര്യം വസ്തുത നമുക്കെല്ലാം അറിയാവുന്നതല്ലേ. ഇപ്പൊ സുപ്രീം കോടതിയിൽ തന്നെ ഇന്ന് പഴയ DGP കൊടുത്ത ആക്ഷേപം എന്താ? എന്നോടുള്ള വിരോധം പറഞ്ഞത് കേട്ടില്ല എന്നുള്ളതാണ്. പറഞ്ഞത് കേട്ടില്ല പാഠം പഠിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്നല്ലേ സുപ്രീം കോടതി കൊടുത്ത അഫിഡവിറ്റില് നമുക്ക് ഇന്നലെ കൊടുത്തതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് പോലീസ് ഇന്നും സ്വതന്ത്രമല്ലാത്ത ഒരു സംവിധാനം, പോലീസിനെ സ്വതന്ത്രമാക്കാൻ സുപ്രീം കോടതി 2006 പറഞ്ഞതാണ്. അതിനെ അട്ടിമറിച്ച കോടിയേരി ബാലകൃഷ്ണനും അതിനുശേഷമുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എല്ലാ ആഭ്യന്തരമന്ത്രിയും അതിനെ ശ്രമിച്ചിട്ടുള്ളത്. അതിനെ സ്വതന്ത്രമാക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ സ്വതന്ത്രമാക്കാത്ത ഒരു സംസ്ഥാനത്ത് ഇത് അട്ടിമറിക്കപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, എന്തടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്ന ഫയൽ കോൺഫിഡൻഷ്യലാണ്. ആ കോൺഫിഡൻഷ്യൽ ഫയലിലുള്ള കാര്യം ഗൂഢാലോചന ഇല്ല എന്ന് എങ്ങനെയാ മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കുക? കേസ് ഡയറി കോൺഫിഡൻഷ്യൽ അല്ലേ? മന്ത്രിക്ക് വിളിച്ചു നോക്കാനുള്ള അവകാശമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. തീർച്ചയായും ശ്രീ PS ശ്രീധരൻപിള്ള, അങ്ങനെ അദ്ദേഹം അന്വേഷണത്തിൽ ഇടപെട്ടതായിട്ടുള്ള വിവരം നമുക്കുമില്ലല്ലോ. അദ്ദേഹം ഇന്ന് വിശദീകരിക്കുന്നത്, ഞാൻ ഒരു പരിപാടിക്ക് പോയി, ആ പരിപാടിക്ക് പ്രസംഗിക്കുന്നതിന് മുൻപ് അവിടെ പത്രം വായിക്കുകയുണ്ടായി, ആ പത്രത്തിൽ കണ്ട കാര്യം ഞാൻ അവിടെ സൂചിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് മുഖ്യമന്ത്രി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തിയതിൻ്റെയോ അദ്ദേഹത്തിന് ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ഇൻഫർമേഷൻ കിട്ടിയതിനെക്കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പൊതുപ്രസംഗത്തിൽ അദ്ദേഹത്തിന് തോന്നിയ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളത് മാത്രമായി കണ്ടാൽ മതിയോ അതിനെ? ഒരിക്കലും അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് പറയാൻ സാധിക്കില്ല. ഏറ്റവും പരമമായിട്ട് നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തെ പറ്റി, മന്ത്രിസഭയെ പറ്റി, കേരള ഭരണത്തെ കുറിച്ച് പറയേണ്ട ആള് ഒരു കാര്യം പറയുമ്പം എനിക്ക് പത്രത്തിൽ കണ്ടു തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ അപഹാസ്യമാണ് ഈ നിലപാട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇവര് കേന്ദ്ര സർക്കാരിനെതിരായിട്ട് പല പ്രശ്നങ്ങളുടെ പേരിലും വളരെ ശക്തമായിട്ട് രംഗത്ത് വന്ന എന്തിന്റെ പേരില? നരേന്ദ്രമോദി ഒരു പ്രസംഗം നടത്തിയ, രാഷ്ട്രീയ പ്രസംഗം നടത്തിയ, അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് വരുന്നില്ലേ? ഞാൻ അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു എന്ത് ന്യായീകരണമാണുള്ളത്? കേരളത്തിലെ ജനങ്ങൾക്ക് സംശയമുണ്ട്. നീതിയാണ് നടപ്പാക്കിയാൽ പോലും ജസ്റ്റിസ് ഷുഡ് നോട്ട് ഓൺലി ബി ഡൺ, ഇറ്റ് സീംസ് ടു ബി ഡൺ. നീതി നടപ്പാക്കിയാൽ മാത്രം പോരാ, നടപ്പാക്കിയെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള ചുമതലയും മുഖ്യമന്ത്രിക്കുണ്ട്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ജനങ്ങൾക്കെല്ലാം ആശങ്കയുള്ള, സംശയമുള്ള ഭരണകൂടം അതിനെ അട്ടിമറിക്കുന്നു. പല തരത്തിലുള്ള ആശയങ്ങൾ, ഞാൻ വ്യക്തികളൊന്നും മോശമാക്കുന്നില്ല, കോടിയേരിയുടെ ഒക്കെ മകന്റെ ഒക്കെ കാര്യം പല ആരോപണങ്ങളാക്കി ഉയർന്നുകൊണ്ടതാണ്. ഞാൻ അവർക്ക് പങ്കുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അങ്ങനെ ആരോപണം ഉയർന്നു വരുമ്പം അതല്ല, ഇതാണ് ശരിയെന്ന് ജനങ്ങളുടെ അടുത്ത് ശരി പ്രവർത്തിക്കുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ എന്നിട്ട് അത് ഇങ്ങനെ പറഞ്ഞ് ലാഘവത്തോടെ ഒഴിഞ്ഞു മാറാൻ സാധിക്കും. ശരി, അതാണ് പോയിന്റ്. ഞാൻ അങ്ങനെയൊക്കെ മടങ്ങിയത് ദയവായി അങ്ങ് ടെലിഫോണിൽ തുടരണം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന് എന്തെങ്കിലും തകരാറുണ്ട് എന്ന് പറയാറായോ? ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നു, രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നു, കോടതിയുടെ നിരീക്ഷണത്തിലുള്ള, കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലുള്ള അന്വേഷണം വേണമെന്ന്. ചിലർ കടന്ന് CBI അന്വേഷണം ഉണ്ടെങ്കിലേ ഇക്കാര്യത്തിൽ ശരിയായ വിധത്തിലുള്ള അന്വേഷണം നടക്കും എന്ന് പറയുന്നുള്ളൂ. ഇവിടെ അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ അന്വേഷണ സംഘം പോരാ, ഇങ്ങനെയല്ല അന്വേഷണം നടത്തേണ്ടത് എന്ന അഭിപ്രായം പറയാനുള്ള ഘട്ടമായിട്ടുണ്ടോ? ആയില്ലോ ഇപ്പോഴേ. അതുകൊണ്ടാണല്ലോ പ്രതിപക്ഷ നേതാവ് KPC പ്രസിഡൻ്റൊക്കെ പറയേണ്ടി വന്നത്. ഒന്ന്, മുഖ്യമന്ത്രി അനവസരത്തിൽ അദ്ദേഹം കൊടുത്ത മെസ്സേജ് വളരെ മോശമാണ്. ശ്രീധരൻപിള്ള പറഞ്ഞ കറക്റ്റാണ്. DGP കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തോട് പകപോക്കിയെന്ന്. അപ്പോൾ സാധാരണ അന്വേഷിക്കുന്ന SIയും CIക്ക് തോന്നിക്കൂടെ, ഞാൻ ഇത് എല്ലാം ശരിക്കും കണ്ടുപിടിച്ചാൽ എൻ്റെ സ്ഥിതി എന്താകുമെന്ന് അദ്ദേഹം അങ്ങനെ ഒരാൾ ധരിച്ചാൽ നമുക്ക് തെറ്റ് പറയാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ല, മുഖ്യമന്ത്രി ക്ലിയറായിട്ട് പറയണം, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല, സ്വതന്ത്രമായി പോലീസ് അന്വേഷിക്കും, ഗൂഢാലോചന അന്വേഷിക്കണം. ഗൂഢാലോചന ഉണ്ടെന്ന് ഇപ്പോഴും പറയുന്നുണ്ടല്ലോ. നടിയുടെ ഭാഗത്തുനിന്നുണ്ടായി, അവരുടെ കൂടെ നിൽക്കുന്ന മഞ്ജു വാര്യരുടെ ഭാഗത്തുനിന്നുണ്ടായി, അതുപോലെ മറ്റു പല ഭാഗത്തുനിന്നുണ്ടായി. പക്ഷെ ഞാനിത് വേറെ ഒന്ന്, കോടിയേരി ബാലകൃഷ്ണനാണിത് ആകുന്നുണ്ടെങ്കിൽ പതുക്കെ ട്രാക്ക് തെറ്റിച്ചാൽ അദ്ദേഹം പറഞ്ഞു ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. അത് കഴിഞ്ഞു. പിന്നീട് അതിന് കൂടെ ഇപ്പം തന്നെ മറ്റേ ശിവദാസൻ പറഞ്ഞല്ലോ, ഇവരിത് കമ്പയർ ചെയ്ത് മുഴുവൻ എങ്ങനെയാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത്ര ആക്രമണം ഉണ്ടായി, അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അത് പറഞ്ഞ് ഞങ്ങൾ പുറത്താക്കിയത്. അങ്ങനെ ഉണ്ടായി എന്ന് പ്രചരിപ്പിച്ചല്ലേ ഞങ്ങൾ ഇവരെല്ലാം ശരിയാക്കാൻ വന്നവരല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിലക്ക് അന്വേഷണം പോകുന്നത് ശരിയല്ല. ഇപ്പം തന്നെ ADGP സന്ധ്യ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെല്ലാവരും പിടിച്ചു കഴിഞ്ഞു, ഞങ്ങൾ പറഞ്ഞ് പിടിച്ചിട്ടില്ല, ഇനിയുണ്ട്, പുറകെ വേറെ ആളുണ്ട്. ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു നടിയെ ഇങ്ങനെ ഈ പൾസർ സുനി മാത്രം ഇങ്ങനെ മുഴുവൻ പ്ലാൻ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ വന്നതാണോ? അത് ഒരിക്കലും അല്ല. ആയിരിക്കില്ല. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട് അയാളെയും കൊണ്ട്. ഇന്നിപ്പോൾ കോയമ്പത്തൂരിൽ തെളിവെടുപ്പ് നടത്തുകയാണ്.
പോലീസ് പൾസർ സുനിക്ക് അപ്പുറം പോകില്ല, ഇതിന് ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചനക്കാരെ കണ്ടുപിടിക്കില്ല എന്ന മുൻവിധി എന്തിന്? ഞങ്ങൾക്കങ്ങനെ മുൻവിധിയില്ലല്ലോ. മുൻവിധി ഗവൺമെൻറ്റല്ലേ പറഞ്ഞു, മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞു, ഞങ്ങൾക്കല്ല മുൻവിധി. ഞങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആശങ്കപ്പെടുന്നത്? മുഖ്യമന്ത്രിയെ പോലെ പറയാൻ പാടില്ലാത്ത വാചക അത് അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം ഊരുവാണ് ഇടുന്നത്. അദ്ദേഹം ഒന്ന് ഞാൻ തെറ്റുപറ്റാം മനുഷ്യർക്ക്, എൻ്റെ സ്ലിപ്പ് ഓഫ് ടങ്ക എന്ന് പറയാം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല പറയാം. അതിന് പറയാം അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം അവിടെയും ഉരുണ്ട് കളിച്ചിട്ട് പ്രതിപക്ഷ നേതാവിനെ കളിയാക്കുവാണ്. അത് ശരിയല്ലല്ലോ. എല്ലാത്തിലും അങ്ങനെ പ്രതിപക്ഷം പറയുന്നതുകൊണ്ട് മാത്രം അതിനെ തീർക്കാൻ പറ്റുമോ? ഇല്ല. അതാണ് ശ്രീ വി ശിവദാസൻ ഇവിടെ മുഖ്യമന്ത്രി തനിക്കൊരു അബദ്ധം പറ്റി എന്ന് സംബന്ധിച്ചതല്ല, മറിച്ച് അദ്ദേഹം പറഞ്ഞതിനെ വേറൊരു തരത്തിൽ വ്യാഖ്യാനിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. കാള പെറ്റു എന്ന് കേട്ട ഉടനെ കയറെടുത്തു എന്ന് പറയാൻ മാത്രം എന്തുണ്ട് ഇവിടെ? വളരെ ഡയറക്റ്റായിട്ട് മുഖ്യമന്ത്രി വളരെ ഡയറക്റ്റായിട്ട് ഇത് ഒരാളുടെ ഭാവനയിൽ വിരിഞ്ഞ ഒന്നാണ്, അങ്ങനെയാണ് ഈ കുറ്റകൃത്യം നടന്നത് എന്ന് ഖണ്ഡിതമായി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ സംശയം പ്രകടിപ്പിക്കുക പോലുമല്ല ഉണ്ടായത്, ഖണ്ഡിതമായി ഇങ്ങനെയാണ് ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞോട്ടെ, ഇവിടെ അദ്ദേഹം പി ശ്രീധരൻപിള്ളയെ ശരിവെച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടു. ശ്രീധരൻപിള്ളയെ ന്യായീകരിക്കുമ്പോൾ അദ്ദേഹം അറിയേണ്ടുന്ന ഒരു കാര്യം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അക്രമം സ്ത്രീകൾക്കെതിരായി നടക്കുന്ന സംസ്ഥാനത്തിൻ്റെ പാർട്ടി അത് രാജസ്ഥാൻ. ആ രാജസ്ഥാൻ്റെ മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്നത് BJPയുടെ നേതാവായിട്ടുള്ള വിജയരാജ സിന്ധ്യയാണ്. അപ്പം ഞാൻ പറഞ്ഞത് അവിടെ ആകെ നടന്നിട്ടുള്ള 3151 കേസുകളിൽ അതിൻ്റെ 4/1 പ്രതികളെ പോലും അറസ്റ്റ് ചെയ്യുന്നതിന് അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇവിടെ കേരളത്തിൽ ഓരോ സംഭവം നടക്കുമ്പോഴും അത് ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു, നടപടിയെടുക്കുന്നു, ആ നടപടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് BJP നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് അത് കഴിയാത്തത്? നേരത്തെ കേരളത്തിൽ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങളുടെ ലിസ്റ്റ് നോക്കുക. ഇതും ഞാൻ പറയുന്നത് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് പ്രകാരമാണ്. ആ കണക്ക് പ്രകാരവും ഉണ്ടായിട്ടുള്ള അക്രമങ്ങളിൽ, അവിടെ നേരത്തെ നടന്നിട്ടുള്ള അക്രമങ്ങളിൽ അകത്ത് 3266 അക്രമങ്ങളിൽ ഭൂരിപക്ഷത്തിനകത്തും നടപടി ഉണ്ടായില്ല. ഓരോ സംസ്ഥാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെ എടുക്കാം. ആന്ധ്രാപ്രദേശ് ഇന്ത്യയിൽ സ്ത്രീകളെ അപമാനിച്ച കേസിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്, BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. മഹാരാഷ്ട്ര 2-ാം സ്ഥാനത്ത് നിൽക്കുന്നു, ശ്രീധരൻപിള്ളയുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമാണ്. അല്ല ശ്രീ വി ശിവദാസൻ, ശരിയാണ്, ഈ സംസ്ഥാനങ്ങളിലൊക്കെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമം ഇനിയിപ്പോൾ താങ്കൾ സൂചിപ്പിച്ച ഡാറ്റ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കേരളത്തെക്കാൾ കൂടുതലായിരിക്കും. നമ്മുടെ മുമ്പിലുള്ള വിഷയം അതല്ലല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി, ആ അന്വേഷണം ശരിയായ ദിശയിലാണോ അല്ലയോ? ശരിയായ ദിശയിലല്ല എന്ന് സംശയിക്കുന്നവർ ധാരാളമുണ്ട്. അവർ ഈ അന്വേഷണം പോരാ എന്ന് ആവശ്യപ്പെടുകയാണ്. അന്വേഷണം തുടങ്ങി 2-ാം ദിനം തന്നെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രസ്താവന അന്വേഷണത്തിൻ്റെ ദിശ നിർണ്ണയിച്ചു കൊടുക്കുകയാണ് എന്ന ആരോപണം ഉയർത്തുന്നു. ഞാൻ ആ ആരോപണത്തെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ എത്ര ക്രൈം, മറ്റ് സംസ്ഥാനങ്ങളിൽ എത്ര ക്രൈം എന്നുള്ളതല്ല നമ്മുടെ ചർച്ചാ വിഷയം. അഭിലാഷ്, ഒന്ന്, പിണറായി വിജയന്റെ ഇത് സംബന്ധിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമാണ്. അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു എന്താണ് താൻ ഉദ്ദേശിച്ചത്, അത് സംബന്ധിച്ച് വിശദീകരിച്ചു കഴിഞ്ഞു. പിന്നെ ഇവർ പറയുന്നത്, ഇവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇവർക്ക് ചില ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം കേരളത്തിലെ ഗവൺമെന്റിനെയും കേരളത്തിലെ മുഖ്യമന്ത്രിയെയും മോശപ്പെടുത്താനാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പൾസർ സുനിയെയും ആ സംഘത്തെയും എത്ര വേഗതയിലാണ് അറസ്റ്റ് ചെയ്തത്. ആ സർക്കാരിനെ അഭിനന്ദിക്കാനല്ലേ ഇവർ തയ്യാറാവേണ്ടത്? അങ്ങനെ അഭിനന്ദിക്കാൻ തയ്യാറാവാതെ ആക്ഷേപങ്ങളാണ് ഇവർ ഉയർത്തുന്നത്. ആ ആക്ഷേപങ്ങൾ ഉയർത്തുന്നതിൽ മര്യാദകളുണ്ട്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജനാധിപത്യ ഗവൺമെന്റിനോട് കാണിക്കേണ്ടുന്ന മര്യാദ അത് BJPയുടെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാവുന്നില്ല എന്നുള്ളത് സങ്കടകരമായ കാര്യത്തിൽ താങ്കൾക്ക് പറയാനുള്ളത് അതിൽ ധാരാളം ചോദ്യങ്ങളുമുണ്ട്. ഞാൻ അതിലേക്ക് എത്താം. ശ്രീ വി ശിവദാസൻ, ശ്രീ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള അദ്ദേഹത്തിലേക്ക് മടങ്ങാൻ സാധിക്കുമെന്ന് കരുതുന്നു. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ കട്ടായിരിക്കുന്നു. അഡ്വക്കേറ്റ് ആശ, ഇവിടെ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്ത് ഇവിടെ വി ശിവദാസൻ പറഞ്ഞതുപോലെ ഇവിടെ കുറെ കൂടി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിൽ നടപടികൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ദേശീയ നിലവാരത്തിൽ താരതമ്യം ചെയ്താൽ കേരളത്തിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, കൂടുതൽ കൺവിക്ഷൻ റേറ്റുമുണ്ട്. അതുകൊണ്ടൊക്കെ ഇത്തരം കേസുകൾ ഉണ്ടായാൽ അതിൽ അന്വേഷണ സംഘം 100% പ്രതിബദ്ധത പുലർത്തി
ഒരു ബാഹ്യ താല്പര്യവുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അതിൻ്റെ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്ന തരത്തിലേക്ക് ഈ കേസ് ഫ്രെയിം ചെയ്യപ്പെടും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നു. കാരണം ചില കേസുകളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് കേരള പോലീസ്. മറ്റ് ഇടപെടലൊന്നും ഉണ്ടായില്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ നമ്മൾ ആശങ്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ പൊളിറ്റിക്കൽ ഹെഡിൽ നിന്നുണ്ടാവുക മാത്രമല്ല, ഇപ്പോൾ ഉണ്ടാക്കുന്ന മറ്റൊരു വിഷയം, ഇപ്പോൾ നിങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച ക്ലിപ്പിംഗ് കാണിച്ചാൽ എല്ലാ പ്രതികളെയും പിടിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ പ്രതികളെയും പിടിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ അന്വേഷണം കഴിഞ്ഞില്ലേ? അതാണ് ഇവിടുത്തെ ഒരു വിഷയം. പൾസർ സുനി വരെ പിടിച്ചു എന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എന്നെപ്പോലെയുള്ള ആളുകൾ മനസ്സിലാക്കുന്നുള്ളൂ. ഇനിയും അത് മറ്റിടങ്ങളിലേക്ക് നീളും. കാരണം എൻ്റെ പുറകിൽ കൃത്യമായി ഗൂഢാലോചനയുണ്ട് എന്ന് നടി പറയുന്നു, വീണ്ടും വീണ്ടും പറയുന്നു. അതുപോലെ തന്നെ മറ്റ് പല പ്രമുഖ നടന്മാരിലേക്ക് ദിലീപിനെ പോലെയുള്ള ആളുകളുടെ പേരുകൾ പരാമർശിക്കപ്പെടുന്നു. ദിലീപ് ഓടിപ്പോയി പരാതി കൊടുക്കുന്നു. അപ്പോൾ ഇത്തരം സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും നമ്മളൊക്കെ അത്തരം ആളുകളിലേക്ക്, അങ്ങനെ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെങ്കിൽ, അങ്ങനെ കൊട്ടേഷൻ കൊടുത്ത ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് പോകുമെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന സമയത്ത് എല്ലാ പ്രതികളെയും പിടിച്ചു എന്നാണ് നേരത്തെ കാണിച്ച ക്ലിപ്പിങ്ങിൽ പറഞ്ഞത്. അതും അപകടമാണ്. കാരണം എല്ലാ പ്രതികളെയും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരള പോലീസ് എന്താണ് അന്വേഷിക്കാനുള്ളത്? അതുപോലെ അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കൂട്ടി വായിക്കുമ്പോൾ അപകടത്വം ഫീൽ ചെയ്യാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. കൃത്യമായി തന്നെ ഇത് പോലീസിനെ സ്വതന്ത്രമായി വിട്ടുകൊണ്ട് കേസന്വേഷണം നടത്തി അതിൻ്റെ FIR, അതിൻ്റെ ചാർജ് ഷീറ്റ്, എല്ലാ കാര്യങ്ങളും വളരെ സുതാര്യമായ രീതിയിൽ കോടതിയിൽ കൊടുത്ത് അങ്ങനെ നമ്മൾ നിയമവാഴ്ചയെ ഉറപ്പുവരുത്തുകയും ജുഡീഷ്യറിക്കും പോലീസിനുമൊക്കെ കൃത്യമായി ഫംഗ്ഷൻ ചെയ്യാവുന്ന ഒരു സാഹചര്യം ഒരുക്കുകയാണ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് ഒക്കെ ചെയ്യേണ്ടത്. ആ ഒരു സന്ദർഭത്തിലാണ് ഇത്തരം വിഷയങ്ങൾ വരുന്നതും നമ്മൾക്ക് ആശങ്കകൾ കൂടിക്കൊണ്ടിരിക്കുന്നതും. റൈറ്റ്. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, ഇവിടെ സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു താല്പര്യമുണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ സർക്കാർ എന്താണ് ചെയ്യേണ്ടത്? ഇത് സംബന്ധിച്ച് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം കൊടുക്കുക. അത് പരസ്യമായി ചെയ്യുന്ന ഒന്നല്ലല്ലോ. ഇവിടെ മുഖ്യമന്ത്രി പരസ്യമായി ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹത്തിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ അന്വേഷണ സംഘത്തിൻ്റെ മേധാവിയോട് സംവിധാനങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നൽകിയാൽ മതിയല്ലോ. അങ്ങനെയൊന്നും ഉണ്ട് എന്ന് ആരോപിക്കാൻ കഴിയാത്തിടത്തോളം കാലം ഇക്കാര്യത്തിൽ സർക്കാരിന് എന്തെങ്കിലും നിക്ഷിപ്ത താല്പര്യമുണ്ടെന്ന് എങ്ങനെ പറയാൻ സാധിക്കും? 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നേരത്തെ എൻ്റെ സുഹൃത്ത് CPM-ന്റെ സുഹൃത്ത് ഇങ്ങനെ പറയരുത്, ഏത് സംസ്ഥാനത്ത് ആര് ഭരിക്കുന്നു, അല്ല അവിടുത്തെ ക്രൈമിന്റെ ഇത് വെച്ചാണോ ന്യായീകരിക്കേണ്ടത്? ഓരോ പർട്ടിക്കുലർ കേസിലും എന്ത് ചെയ്യുന്നു എന്നല്ല നോക്കേണ്ടത്. ഇത് സ്റ്റേറ്റ് സബ്ജക്റ്റ് അല്ലേ? ഉത്തർപ്രദേശ് എന്ത്, മധ്യപ്രദേശ് എന്ത്, അവിടുത്തെ എണ്ണം, അവിടെ പോപ്പുലേഷൻ കൂടുതലായിരിക്കും. അതിനെ നോക്കേണ്ടത് തന്നെ എൻ്റെ ആ സുഹൃത്തിനോട് ഞാൻ പറയുന്നു, അദ്ദേഹം ക്രൈം റിക്കാർഡ്സ് ബ്യൂറോ നോക്കുന്നെങ്കിൽ പ്രാഥമികമായി മനസ്സിലാക്കേണ്ടത് ക്രൈം റേറ്റ് ആണ് നോക്കേണ്ടത്. ആ റേറ്റിൽ കേരളം ഇപ്പോൾ 2ാമതാവുന്നത്. അത് ഞാൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒന്നും കുറ്റപ്പെടുത്തുകയല്ല. 15 കൊല്ലങ്ങളായി ക്രൈം റേറ്റിൽ ഏറ്റവും ടോപ്പ് നിൽക്കുന്ന സ്റ്റേറ്റാണ് കേരളം. അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയല്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇങ്ങനെയൊന്നും പറയരുത്. ഇതൊക്കെ വളരെ ബാലിശമാണ്. രണ്ടാമത്, എനിക്കിപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം, ഇതിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരൊറ്റ കാര്യം പറയാം. ഒരു കേസിൽ ഒരു പ്രതിയെ കസ്റ്റഡി വേണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അഫിഡവിറ്റ് കൊടുക്കണം. പോലീസ് ഓഫീസർ വെറുതെ പോയി പറഞ്ഞാൽ കോടതി കൊടുക്കില്ല. അതിനാണ് അഫിഡവിറ്റ്, സത്യവാങ്മൂലം പറയണം. അതിനെന്താ ഒരു പോലീസിന് കസ്റ്റഡി എടുക്കേണ്ടത്? അത് കസ്റ്റഡി എടുക്കുമ്പോൾ ഈ രാജ്യത്തുള്ള നിയമം അനുസരിച്ച് തൊണ്ടിസാധനം കണ്ടെടുക്കാം, അല്ലെങ്കിൽ അയാളുടെ ഒരു മൊഴി റെക്കോർഡ് ചെയ്യണം. ഈ 2 കാര്യമല്ലേ സാധാരണഗതി ചെയ്യേണ്ടതൊന്നും. അതിനിപ്പോൾ 1 ദിവസത്തിനുള്ളിൽ വേണോ? ഇതിലെന്തിനാ 7 ദിവസം ചോദിച്ചത്? 7 ദിവസം ചോദിച്ചിട്ട് 7 ദിവസം വാങ്ങിയത്? സാധാരണ ഏത് കേസ് വേണോ നോക്കിക്കോളൂ. ഇതിൽ നിഗൂഢമായ കുറെ അംശങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതെല്ലാം അന്വേഷിക്കണമെങ്കിൽ മെല്ലെ അയാളെ ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ടെന്നാ. അല്ലാതെ തൊണ്ടിസാധനം എടുക്കാൻ വേണ്ടിയുള്ള സാധാരണ കസ്റ്റഡി 1-2 ദിവസത്തിനപ്പുറം ഒരു കോടതിയും കൊടുക്കാറില്ല. അപ്പൊ ഇത്രയും ഗൗരവമായിട്ട് 7 ദിവസം അന്വേഷിക്കേണ്ട, ഒരു വിശദമായി അന്വേഷിച്ചുകൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. തെളിവ് ശേഖരിക്കലല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തെളിവ് ശേഖരിക്കാൻ പ്രതിയെ ഉപയോഗിക്കാനായിട്ട് പോലീസിന് അധികാരവും ഇല്ല. ഈ തൊണ്ടിസാധനം കണ്ടെത്തുന്ന ഒഴിച്ചു നിർത്തിയാൽ. അപ്പൊ അങ്ങനെ ഒരു കേസിനകത്ത് പറഞ്ഞ് കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു വലിയ കേസിൽ 7 ദിവസം കൊണ്ടത് ഇത്രയും കാര്യം ഈ പ്രധാന പ്രതിയോട് തന്നെ ചോദിച്ചിട്ട് അയാൾ പറഞ്ഞില്ലേ വീണ്ടും ചോദിച്ചു കൊണ്ടുവരണം എന്നാണ്. അങ്ങനെയുള്ള ഒന്നിനകത്തിൽ മുഖ്യമന്ത്രി തന്നെ ആദ്യം തന്നെ ഇത് പ്രഖ്യാപിക്കുമ്പം, മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് അദ്ദേഹം സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി മാത്രമല്ല, ആഭ്യന്തര വകുപ്പിന്റെ തലവൻ കൂടിയാണ്. അങ്ങനെയുള്ള ഒരാളത് പ്രഖ്യാപിക്കുമ്പം അതൊരു സന്ദേശമാകുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിന് താങ്കൾ പറഞ്ഞതുപോലെ രഹസ്യമായിട്ട് വിളിച്ചു പറഞ്ഞാൽ പോരെ? അങ്ങനെ വിളിച്ചു പറയലല്ല, ഒരാളല്ലല്ലോ, അതിനോട് ബന്ധപ്പെട്ട ടീമുകളില്ലേ? ആ ടീമുകൾക്കെല്ലാം ഇതാണ് സർക്കാർ നിലപാടെന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തെ പോലെ സംസ്ഥാനത്ത് വേറെ എവിടെ ഇങ്ങനെയില്ല. ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിക്കാം. സുപ്രീം കോടതി അൾട്ടിമേറ്റ് അന്ത്യശാസനം അനുസരിച്ച് DGP നിയമിക്കുമ്പം കേരള സർക്കാരിനാണോ അധികാരമുള്ളത്? അത് 3 പേരുടെ പേര് UPSCക്ക് അയച്ചു കൊടുത്ത് അതിൽ നിന്നൊരാൾ അവർ നിയമിക്കണമെന്നല്ല 2006 നിയമം. അതിപ്പം BJP ഭരിക്കുന്ന സർക്കാർ ഉൾപ്പെടെ എവിടെയും നടപ്പാക്കുന്നില്ല. ഒരു ഭരണകൂടം അത് ആഗ്രഹിക്കുന്നില്ല.
പക്ഷെ ഇങ്ങനെ വരുമ്പോൾ നിഷ്പക്ഷമായി പോലീസ് ഭരണകൂടത്തിന് മുഖം പേറിക്കൊണ്ട് പോകാൻ പാടില്ല. അത് രാജ്യത്തെ പൗരന്റെ അവകാശമാണെന്ന് 2006 പ്രഖ്യാപിച്ച പ്രകാശൻ കേസിൽ പ്രഖ്യാപിച്ച ഒരു രാജ്യത്ത് അതിനെല്ലാം അട്ടിമറിച്ച കേരള നിയമസഭ രണ്ടു കൂട്ടരും. അതുകൊണ്ട് പോലീസ് പേടിച്ചിട്ടാണ്, അവർക്ക് നിർഭയമായി പ്രവർത്തിക്കാൻ സാധിക്കില്ല. ശരി, അതാണ് താങ്കൾ ഉന്നയിക്കുന്ന ആക്ഷേപം. പോലീസിന് സ്വതന്ത്രമായി അന്വേഷിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ആക്ഷേപം. ശ്രീ ശിവദാസൻ, അതിനാണ് കൃത്യമായ മറുപടി വേണ്ടതും. ഇവിടെ മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കേസിലെ എല്ലാ പ്രതികളെയും പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. 2, പ്രധാന പ്രതിയുടെ ഭാവനയ്ക്കനുസരിച്ച് നടത്തിയ നടപടിയാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുറ്റകൃത്യം നടത്തിയത്, അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതായത് പൂർണ്ണമായി കേസ് പൂർണ്ണമായി. ഇവിടെ കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ട് പോലീസ് കോടതിയിൽ വാദിക്കുന്നത് ഇതിൽ ഗൂഢാലോചനയുണ്ട്, അത് അന്വേഷിക്കാൻ പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം എന്നാണ്. ആ സമയത്ത് പ്രതിഭാഗം, ഈ കുറ്റവാളിയുടെ അഭിഭാഷകൻ വാദിക്കുന്നത് ഇല്ല, അങ്ങനെ ഒരു സാഹചര്യമില്ല, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കേസിലെ പ്രതികളെല്ലാം പിടിച്ചു കഴിഞ്ഞു, ഇതിൽ ഗൂഢാലോചന ഇല്ല എന്ന്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അന്വേഷണ സംഘത്തെ തന്നെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പെരുമാറാൻ പാടുള്ളതാണോ? അഭിലാഷ്, ഇതിനകത്ത് ഈ വിഷയത്തിൽ ഞാൻ നേരത്തെ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞു. ഇതിൽ ഞാൻ പറഞ്ഞതിൻ്റെ മുകളിൽ ശ്രീ ശ്രീധരൻപിള്ള പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്തിനാണ് മറ്റ് സംസ്ഥാനങ്ങളെ താരതമ്യം ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ അതിൻ്റെ കാരണം, ആനവേട്ടക്കെതിരെ വീരപ്പൻ പ്രസംഗിച്ചാൽ എങ്ങനെയുണ്ടാവും? അപ്പൊ ആനവേട്ടക്കെതിരെ വീരപ്പൻ പ്രസംഗിക്കുന്നത് പോലെയാണ് BJPയുടെ നേതാക്കന്മാർ ഈ സംഭവങ്ങളിൽ നടത്തുന്ന പ്രതികരണം എന്ന് ഓർമ്മപ്പെടുത്തി. അല്ല, അതിൽ ശ്രീ വി ശിവദാസൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളം ഭരിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ നിലപാടുകളുടെ ഭാഗമായ ഒരു പ്രശ്നം ഇവിടെ രൂപപ്പെട്ടു എന്ന് പറഞ്ഞതല്ല. അങ്ങനെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടുള്ള വിമർശനമേ അല്ല അത്. മറിച്ച് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അത് പോലീസിനുണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, കോടതിയിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട്, അത് ചൂണ്ടിക്കാണിക്കുകയാണ്. അതിപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നോ BJP ഭരിക്കുന്നോ കോൺഗ്രസ് ഭരിക്കുന്നോ എന്ന വ്യത്യാസം അക്കാര്യത്തിന് ഇല്ലല്ലോ. അതെ, അദ്ദേഹം ഞാൻ പറഞ്ഞത് പൂർത്തീകരിക്കട്ടെ. അദ്ദേഹം പറഞ്ഞതിന്റെ രണ്ടാമത്തെ കാര്യം, ഈ പോലീസ് സേനയെ തലപ്പത്ത് ആളെ നിശ്ചയിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അഭിലാഷ്, ഞാനത് പറയാം. അഭിലാഷ് പറഞ്ഞതിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം പോലീസ് സേനയിൽ ആളെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അത് സംബന്ധിച്ച് ആ പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയിൽ പരാതി കൊടുക്കുകയും ആ കോടതിയിൽ നിന്ന് കൃത്യമായിട്ട് മറുപടിയും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റിനകത്ത് അദ്ദേഹം എടുത്തിട്ടുള്ള അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ആ വിശദീകരണത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, എന്തുകൊണ്ടാണ് പറയാനിടയായിട്ടുള്ള സാഹചര്യം. അന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ പത്രക്കാർക്ക് കൊടുത്ത മറുപടിയിലാണ് ഞാൻ പറഞ്ഞത്. അന്നത്തെ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുള്ള പത്രത്തിൽ കൊടുത്തിട്ടുള്ള ഒരു വാർത്തയുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളതെന്നും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു പ്രതികരണത്തെ തെറ്റായ നിലയിൽ വ്യാഖ്യാനിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമം കേസ് അന്വേഷണത്തെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടല്ല. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവരുടെ ഉദ്ദേശം ഈ പൾസർ സുനി ഉൾപ്പെടെയുള്ള കേരളത്തിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങൾ നടത്തുന്ന നീചന്മാരുടെ സംഘം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നതിന് വേണ്ടിയാണ്. ശരി, അതാണ് ആക്ഷേപം. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, മുഖ്യമന്ത്രി അക്കാര്യം മാത്രമല്ല പറഞ്ഞത്, അന്വേഷണത്തെക്കുറിച്ച് തെറ്റായ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുക, പോലീസ് അന്വേഷണം ഈ ദിശയിൽ നീങ്ങുന്നു, ഇന്ന ആളെ ചോദ്യം ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരികയാണ്. അത് അന്വേഷണത്തെ സഹായിക്കാൻ പോകുന്ന ഒന്നല്ലല്ലോ. കുപ്രചരണങ്ങൾ നടക്കുന്ന ഒരു വേളയിൽ മുഖ്യമന്ത്രി അതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രസംഗമാണ്. അതിനെ അങ്ങനെ എടുത്തുകൂടെ? അങ്ങനെ എങ്ങനെ എടുക്കാൻ പറ്റുക? പിന്നെ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണത്തിന് ഞങ്ങൾ പ്രതിപക്ഷ ഉത്തരവാദിയാണോ അല്ലെങ്കിൽ BJP ഉത്തരവാദിയാണോ? അത് നിങ്ങൾ മാധ്യമങ്ങൾ ആലോചിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു അത് നിങ്ങൾ നോക്കേണ്ട കാര്യമാണ്. അല്ല, അദ്ദേഹം പ്രതിപക്ഷത്തെക്കുറിച്ച് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇത് പത്രക്കാരോട് പറഞ്ഞല്ലോ, അദ്ദേഹം പ്രസംഗത്തിലല്ലേ പറഞ്ഞത്. അദ്ദേഹം കാലിക്കറ്റ് എനിക്ക് തോന്നുന്നു, കാലിക്കറ്റ് പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഈ കേസിനെ ആസ്പദമാക്കി ഒരു പത്ര സ്ഥാപനത്തിന്റെ ചടങ്ങിൽ ആയിക്കോട്ടെ, ദീപികയുടെ അദ്ദേഹം പറഞ്ഞു. പക്ഷെ അവിടെ പത്രക്കാർ ചോദിച്ചിട്ട് പറഞ്ഞല്ലോ അല്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു മെസ്സേജ് കൊടുക്കാനുണ്ടായിരുന്നു, അതാണ് എൻ്റെ ധാരണ. അത് കേസ് വേറൊന്നായിരിക്കില്ല. ചിലപ്പോൾ ഞാൻ അദ്ദേഹത്തെ അങ്ങനെ മനഃപൂർവ്വമായി എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു കാര്യമുണ്ട്. പക്ഷേ ഞങ്ങളുടെ പോലീസ്, എൻ്റെ പോലീസ് വളരെ എഫിഷ്യൻ്റാണ്, ഞങ്ങൾ പിടിച്ചിരിക്കുന്നു. ഈ കോടതി വന്ന് കയറി പിടിച്ചതാണ്, ഞാനതിനെക്കുറിച്ച് വേറൊന്നും പറയാത്തത്. അത്രയും നന്നായല്ലോ. പക്ഷെ പോലീസിന് അണക്കേട് തന്നെയാണ്. അല്ലെങ്കിൽ 6 ദിവസം ഇങ്ങനെ കറങ്ങി നടന്നിട്ട് കോടതി അകത്ത് പിടിക്കേണ്ടി വന്നല്ലോ. ഞാൻ അതിനെ എന്തുകൊണ്ട് എതിർക്കാത്തതെന്ന് വെച്ചാൽ
അത്രയും നന്നായെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. അങ്ങനെയെങ്കിലും അങ്ങനെ പിടിച്ചല്ലോ, അതുകൊണ്ട് അല്ലെങ്കിൽ വേറെ കൗണ്ടർ ഇതാണ്. അപ്പോൾ അത് ആ ഒരു സാഹചര്യത്തിൽ എല്ലാം ശരിയായി എന്ന് പറഞ്ഞ് മാത്രമല്ല, അതിനുശേഷം ADGP സന്ധ്യയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താ? പോലീസിനെ കോംപ്ലിമെൻസ് കൊടുത്തിരിക്കുന്നു, മീറ്റിംഗ് കൂടി അവർ അഭിനന്ദിക്കുന്നു. കേസ് 80% പോലും അന്വേഷണമായിട്ടില്ല. അപ്പോഴേ അതെല്ലാം കൂടെ കൂട്ടിയായപ്പോൾ ഞങ്ങൾക്ക് സംശയം വരുന്നത് ഇത് ഇവിടം കൊണ്ട് തീർന്നോ? തീരാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്തുകൊണ്ടെന്നാൽ അന്വേഷണം പലതിലേക്ക് പോകണം. പക്ഷേ ഒത്തിരിയേറെ നടക്കാൻ വയ്യാത്തത് ഈ രംഗത്ത് നടക്കുന്നു എന്ന് മന്ത്രി ബാലൻ പറഞ്ഞിരിക്കുകയാണ്, അതായത് സിനിമയുടെ മന്ത്രി. അപ്പോൾ അതെല്ലാം ഒരു ചാൻസ് അല്ലേ ഇത്? ഇതെല്ലാം കണ്ടുപിടിക്കാനും ഈ കേസ് ഉപയോഗിച്ചുകൊണ്ട് നാളെ ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്താൻ കിട്ടിയൊരു അവസരം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഈ ഒരു പ്രസ്താവന കളഞ്ഞു വന്ന എൻ്റെ ചോദ്യം. ശരി, അത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമല്ലേ ശ്രീ വി ശിവദാസൻ. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്താണ് ഇതിൽ താല്പര്യം എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അദ്ദേഹത്തിന് അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടാകാൻ ഇടയില്ല എന്ന് പറയാം. പക്ഷേ സിനിമാ സംഘടനകൾ ഈ കേസ് അന്വേഷിച്ച് 3-ാം ദിവസം മുതൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നു. ഇതൊരു ഗുണ്ടാ സംഘത്തിൻ്റെ ആക്രമണം മാത്രമാണ്, അതിന് പുറത്തേക്ക് പോകാൻ യാതൊരു വഴിയുമില്ല എന്ന് അവർ നിലപാടെടുക്കുകയും ആ നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ പൾസർ സുനിക്ക് അപ്പുറം ഈ അന്വേഷണം പോകേണ്ട എന്നൊരു താല്പര്യം സിനിമാക്കാർക്കുണ്ടാകും. അങ്ങനെ സിനിമാക്കാർക്ക് അങ്ങനെയുള്ള താല്പര്യമുണ്ട് എങ്കിൽ അവരുടെ വലിയ സ്വാധീനം വെച്ച് സർക്കാരിനെ കൊണ്ടും പോലീസിനെ കൊണ്ടും അത് നടത്തിക്കാൻ അനുവദിക്കരുതല്ലോ. ഈ കേസിനകത്ത് എന്നല്ല, കേരളത്തിൽ സ്ത്രീകൾക്കെതിരായി നടക്കുന്ന എല്ലാ കേസുകളിലും മുഖ്യമന്ത്രിയുടെ താല്പര്യം ഇരകളുടെ നീതി ലഭ്യമാക്കുക എന്നുള്ള താല്പര്യമാണ്. ഇരകൾക്ക് നീതി ലഭ്യമാക്കി കൊടുക്കുക എന്നുള്ള താല്പര്യമാണ്. തീർച്ചയായും ഈ വിഷയത്തിലും അദ്ദേഹം എടുത്തിട്ടുള്ളത് ഇതേ സമീപനം തന്നെയാണ്. ചില ആളുകൾ, ഓരോ ആളുകളും സംഘടനകളും അവരുടേതായ നിലപാടുകൾ എടുത്തിട്ടുണ്ടാവാം, അത് സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആ നിലപാടുകൾ മുഖ്യമന്ത്രിയുടെ നിലപാടായി വ്യാഖ്യാനിക്കേണ്ടുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ താല്പര്യവുമായി അതിനെ കണക്ട് ചെയ്യേണ്ടുന്ന ആവശ്യങ്ങളില്ല. ഇവിടെ ഈ കേസിനകത്ത് ശരിയായ അന്വേഷണം ഗവൺമെന്റ് നടത്തും. ഇച്ഛാശക്തിയോടുകൂടി ഗവൺമെന്റ് മുന്നോട്ട് പോകും. ആർക്കും ഒരു സംശയവും വേണ്ടതില്ല. ചില ആളുകൾ പ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. നേരത്തെ അഭിലാഷ് തന്നെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ ചില പത്രമാധ്യമങ്ങൾ പല വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ പല വാർത്തകൾ സംബന്ധിച്ച് ഒരു വ്യക്തത, വിശദീകരണം ഈ കാര്യത്തിൽ പല കേന്ദ്രങ്ങളിൽ നിന്നും ഒരുപക്ഷെ ആവശ്യമായി വന്നേക്കാം. ആ വ്യക്തത പെടുത്തുന്നതിനൊരു ഉദ്ദേശമെന്ന് പറയുന്നത് പല ആളുകളെയും ഈ അന്വേഷണത്തിന്റെ വലയിലേക്ക് കൊണ്ടുവരാനും കുറ്റവാളികൾ ഏത് കേസിനെടുത്താലും കുറ്റവാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടി പോലീസിൻ്റെതായിട്ടുള്ള ചില ടാക്ടിക്സുകൾ ഒക്കെ ഉണ്ടാവാം, ചില ടാക്ടിക്സുകളൊക്കെ. അപ്പൊ അതിന് ഏത് രീതിയിലാണ്, ഏത് മാർഗത്തിലാണ് പോലീസിന്റെ അന്വേഷണം നീങ്ങുന്നതെന്ന് സംബന്ധിച്ച് എനിക്ക് ഏതൊക്കെയാണ് അവർ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് എനിക്കോ മറ്റൊരാൾക്കോ പറയാൻ സാധിക്കുന്ന ഒന്നല്ല. പക്ഷേ ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയും ഭരണ നേതൃത്വവും കൊടുക്കുന്ന കൃത്യമായ ഡയറക്ഷൻ, ഏറ്റവും കൃത്യമായി സ്വതന്ത്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് അവർക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ പ്രകാരം ലഭ്യമായ ഏറ്റവും കടുത്ത ശിക്ഷ തന്നെ അവർക്ക് ലഭ്യമാക്കി കൊടുക്കുന്നതിനുള്ള ഇടപെടലുകൾ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നുള്ളതാണ്. ശരി, അതാണ് അഡ്വക്കേറ്റ് ആഷ. ഇവിടെ പോലീസിന് സ്വതന്ത്രമായി അന്വേഷിക്കണമല്ലോ. പോലീസ് സ്വതന്ത്രമായി അന്വേഷിക്കുകയാണെന്നാണ് നമ്മുടെ സങ്കല്പം. ധാരാളം അഭ്യൂഹങ്ങളുണ്ട്. നമ്മുടെ പൊതുബോധത്തെ തന്നെ സ്വാധീനിക്കുന്ന വിധത്തിലുള്ള ഗൂഢാലോചന തിയറികളുണ്ട്. പോലീസ് ഇനി ഈ കേസ് അന്വേഷിച്ച് പൾസർ സുനിയിൽ തന്നെയാണ് എത്തുന്നതെങ്കിലും ജനങ്ങൾ അല്ലല്ല, ഇതിനേക്കാൾ വലിയ പ്രമുഖനുണ്ട്, ആ പ്രമുഖനെ കുടുക്കിയാലേ ഈ കേസിൽ അന്വേഷണമാകൂ, ഈ കേസിൽ നീതി നടക്കൂ എന്ന് ചടിച്ചുകൊണ്ടിരിക്കും. പോലീസിന് മുകളിൽ അങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നത് ശരിയാണോ? നമ്മുടെ പൊതുബോധത്തെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ വേണം അന്വേഷണം എന്ന് അന്വേഷണ സംഘത്തിന് മുകളിൽ ഇങ്ങനെ നിതാന്തമായി പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ അത് അന്വേഷണത്തിന് ഗുണകരമാണോ? നോക്കൂ, ഇവിടെ ആ നടിയെ ഞാൻ വിക്ടിം എന്ന് പോലും വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ ഞാൻ സർവൈവർ എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുക. അതിജീവിച്ച ആളാണത്. ആ അതിജീവിച്ച സ്ത്രീ കൃത്യമായി ജീവിച്ചിരിക്കുന്നു. അവർ പറയുന്നു, അവർക്ക് ഇനിയും പറയാനുണ്ടാകും. അവർ പറയുന്നതിലേക്ക് എന്തുകൊണ്ട് അന്വേഷണം പോകുന്നില്ല? അക്യൂസ്ഡ് ആയിട്ടുള്ള സുനി പറയുന്ന അവിടെ എത്തിയിട്ട് നിങ്ങൾ നിർത്തുകയാണോ അന്വേഷണം? അതാണ് ജനങ്ങളുടെ ചോദ്യം. ഇവിടെ ഏറ്റവും വലിയ ആശങ്ക ഇവിടെയാണ് നമുക്ക് ഉണ്ടാവുന്നത്. ആ സമയത്താണ് കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വരുന്നതും. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ നമുക്കൊരു ബോധമില്ലേ? നമ്മളിതൊക്കെ ഇത് കാണുന്ന ആൾക്കാരല്ലേ? നമുക്കിതൊക്കെ ഡൈജസ്റ്റീവ് ആവണ്ടേ? ഇത് നമ്മൾ ജിഷ വധക്കേസിൽ കണ്ടു കഴിഞ്ഞു.
പല കേസുകളിലും കണ്ടു. സൂര്യനെല്ലി കേസിൽ നമ്മൾ കണ്ടു കുറേ ആളുകൾ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. വൻ തെമിങ്കലങ്ങൾ രക്ഷപ്പെട്ടു പോവുകയും നമ്മുടെ മുന്നിൽ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ചെറു പ്രതികളെ ഇട്ടു തരികയും ചെയ്യുന്നത് നമ്മൾ കേരളത്തിൽ കുറേ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. ഈ കേസിലും അങ്ങനെ തന്നെ സംഭവിക്കും എന്നാണോ ഞാനിവിടെ വിചാരിക്കേണ്ടത്? അതോ ഞാൻ ഇനിയും പ്രതീക്ഷിക്കണോ? ഞാൻ ഉദ്ദേശിച്ചത് എന്നെ പോലെയുള്ള സ്ത്രീകളെ ആണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കണോ? ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, വൈൻഡപ്പ് ചെയ്ത് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ പൾസർ സുനിയിലൂടെ എല്ലാം തീർന്നുപോയി. ഒരു കാമവെറിയനായിട്ടുള്ള കുറച്ച് പൈസ കിട്ടാൻ ആഗ്രഹമുള്ള സ്ത്രീകളെ ഉപദ്രവിച്ച് പണമുണ്ടാക്കുന്ന ഒരു വ്യക്തിയുടെ തോന്നലുകൾ അല്ലെങ്കിൽ ഭാവനകൾക്ക് അടിസ്ഥാനമായി പല സ്ത്രീകളെയും മേൽ തട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ തട്ടിക്കൊണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഇതിൽ മുൻപ് ചെയ്തിട്ടുള്ള അയാൾക്ക് പിന്നെയും സിനിമാ ലോകത്ത് സ്ഥാനം ലഭിക്കുകയും അയാളെ പരിപോഷിപ്പിക്കുകയും അയാളെ കൊണ്ടു നടക്കുകയും അയാൾ ഇത്രയും വലിയൊരു കൃത്യം ചെയ്യാൻ അത്രയും വമ്പൻ ക്രിമിനലാക്കി അയാളെ മാറ്റാൻ ഉതകുന്ന ഒരു ശക്തി ഉണ്ടായില്ല എന്ന് ഞങ്ങൾ വിചാരിക്കണം. നമ്മൾ പൾസർ സുനിയിൽ സംതൃപ്തിപ്പെടണം. ജിഷ കേസ് സംതൃപ്തിപ്പെട്ട പോലെ, സൂര്യനെല്ലി കേസ് സംതൃപ്തിപ്പെട്ട പോലെ, എല്ലാത്തിലും നമ്മൾ സംതൃപ്തിപ്പെട്ട പോലെ നമ്മൾ ഇരിക്കണം എന്ന് തന്നെയാണ് ഇവിടെയും പറഞ്ഞു വരുന്നത്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ശ്രീ വി ശിവദാസൻ. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാകുന്നത് അത് പല തലങ്ങളിൽ നിന്ന് വീക്ഷിക്കുമ്പോഴാണ്. ഇത് കേവലം ഒരാൾക്ക് സംഭവിച്ച പ്രശ്നമല്ല, മറിച്ച് കേരളത്തിൻ്റെ സ്ത്രീ മനസാക്ഷി ആഴത്തിൽ മുറിവേൽപ്പിക്കപ്പെട്ട ഒരു പ്രശ്നമാണ്. ഈ നാട്ടിലെ സ്ത്രീകൾക്ക് സുരക്ഷിതത്വ ബോധം തോന്നണമെങ്കിൽ സുരക്ഷിതത്വ ബോധത്തോടുകൂടി നാളെ തൊഴിലിന് പോകാനും റോഡിലിറങ്ങി നടക്കാനും കഴിയണം എങ്കിൽ ഇതിലെ എല്ലാ പ്രതികളും നിയമത്തിൻ്റെ മുൻപിൽ വരികയും ശിക്ഷിക്കപ്പെടുകയും വേണം. അത് കേരളത്തിൻ്റെ ആകെ ആവശ്യമാണോ? ഒരാളുടെ, ഒരു സർവൈവറുടെ മാത്രം ആവശ്യമല്ല എന്നുള്ള ബോധം വേണമല്ലോ സർക്കാരിനും അന്വേഷണ സംഘത്തിനും. അതുകൊണ്ട് ചെറിയ ഒരു വീഴ്ച പോലും ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയും രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും വേണ്ടേ? അതുണ്ടോ? തീർച്ചയായും അത് വേണം. കാരണം എന്ന് വെച്ചാൽ ഇത് നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും ഒരാളുടെ മാത്രം വിഷയമല്ല. ഇത് കേരളത്തിലെ സ്ത്രീകളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല. ഇത് പൊതുസമൂഹത്തെ ആകെ ബാധിക്കുന്നതാണ്. കാരണം ഞങ്ങൾക്ക് പുരുഷന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് അമ്മയുണ്ട്, സഹോദരിയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ടാവും. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ സ്ത്രീകളുണ്ട്. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ സുഹൃത്തുക്കളായ സ്ത്രീകളുണ്ട്. അപ്പം ഇവരൊക്കെ സംരക്ഷിക്കാനുള്ള ബാധ്യത എനിക്കും നിങ്ങൾക്കും ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിനാകെയുണ്ട്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായി സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമ സംഭവങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പൊതുസമൂഹത്തിന്റെ ഭാഗത്തുനിന്നും ജാഗ്രതാവത്തായ സമീപനം ഉറപ്പുവരുത്താൻ ഓരോ ആളുകളും തന്നാൽ കഴിയുന്ന വിധത്തിൽ ഇടപെടണം. ഈ സർക്കാർ അങ്ങനെ ഇടപെടുന്ന ആളുകൾക്കൊപ്പമായിരിക്കും. ഈ സർക്കാർ, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങൾ കുറ്റവാളികളെ രക്ഷപ്പെടാതിരിക്കാനുള്ള സമീപനമാണ് എടുക്കുന്നത്. അത് കൂടുതൽ ശക്തിപ്പെടുത്തുക നിലയിൽ കൊണ്ടുപോകണം എന്ന നിലയിലുള്ള ആഗ്രഹം, ആ നിലയിലുള്ള വിമർശനം തീർച്ചയായും സ്വാഗതാർഹമായിട്ടുള്ള വിമർശനം തന്നെയാണ്. ഇവിടെ നമുക്ക് പല കേസുകളിലും ഉയർന്ന സ്വാധീനമുള്ള ആളുകളൊക്കെ രക്ഷപ്പെട്ടിട്ടുള്ളതൊക്കെ ഇവർ സൂചിപ്പിക്കുകയുണ്ടായി. അതൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ്, ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ ഈ കേസിനകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള നമ്മുടെ മുമ്പിൽ ചർച്ചാ വിഷയമായിട്ടുള്ള കേസിനകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ ജാഗ്രതയോടുകൂടിയുള്ള സമീപനം നമ്മൾ എടുക്കണം. സർക്കാരിന്റെ ഭാഗത്ത് ആ നിലയിലുള്ള സമീപനം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു വിധത്തിലുള്ള സംശയം വേണ്ട. അതുകൊണ്ടാണ് എവിടെ പോയി ഇതിൽ പങ്കാളികളായ ആളുകൾ ഒളിച്ചാലും പോലീസ് അവരെ നിയമത്തിനു മുമ്പിൽ, നീതിപീഠത്തിനു മുമ്പിൽ കൊണ്ടുവരുന്നതിനുള്ള ഇച്ഛാശക്തി കാണിക്കും എന്ന നിലയിലുള്ള സമീപനം ഉണ്ടായത് എന്നുള്ളത് കൂടി ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഇതൊരു പുതിയ സന്ദേശം സർക്കാരും ജനങ്ങളും പൊതുസമൂഹത്തിൽ ഇടപെടുന്നവരും പ്രസന്റേഷനിൽ പുതിയ സന്ദേശത്തിന്റെ ഒന്നും പ്രസക്തിയില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, ഇത് ഒരാളുടെ പ്രശ്നമല്ല, ഇത് സമൂഹത്തിൻ്റെ പ്രശ്നമാണ്. ഇതിൽ നീതി നടപ്പാക്കപ്പെടുക എന്നുള്ളത് സമൂഹം കാത്തിരിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഒരു അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണ സംഘത്തെ മതിയായ വസ്തുതകളില്ലാതെ വഴിതെറ്റിക്കാനോ കരിവാരി തേക്കാനോ ശ്രമിക്കുന്നതും ശരിയല്ലല്ലോ. എന്തുകൊണ്ടാണ് പ്രതിപക്ഷ സംഘടനകൾ ഇതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താതെ കാത്തിരിക്കാൻ തയ്യാറാകാത്തത്? ഞങ്ങൾ രാഷ്ട്രീയം ഇതിൽ പറഞ്ഞില്ലല്ലോ. ആരാ രാഷ്ട്രീയം പറഞ്ഞതിനകത്ത്? ആദ്യം രാഷ്ട്രീയം പറഞ്ഞ കോടിയേരിയല്ലേ. നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക അദ്ദേഹത്തിന് എന്താ സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹം പറഞ്ഞത് ഒറ്റപ്പെട്ട സംവാദം കൂടെ പറഞ്ഞതാ. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സ്ത്രീകളെ മുഴുവൻ അപമാനിക്കായിരുന്നു, അതുപോലെ അല്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ രാഷ്ട്രീയം കണ്ടതാരാ? ഞങ്ങളല്ലല്ലോ. ഞങ്ങളിപ്പോൾ രാഷ്ട്രീയം കാണുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ആശങ്ക വരുന്നത്? ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ ജിഷ്ടുവിൻ്റെ കേസിൽ ഹൈക്കോടതിയിൽ മറ്റേ ശ്രീ കൃഷ്ണദാസിന് ജാമ്യം കിട്ടാൻ കൂട്ടുനിന്നു. അദ്ദേഹത്തെ മാറ്റി ആ കേസിൽ നിന്ന്. ഇപ്പോൾ അല്ല, അദ്ദേഹം DGP ആണല്ലോ ഇപ്പോഴും, ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ. ഈ കേസിൽ അതിൻ്റെ സന്ദേശം എന്താ?
അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു CPM നേതാവിൻ്റെ സണ്ണിലാണ് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്, നല്ല വക്കീല. പക്ഷെ അദ്ദേഹം അതെന്താ കാരണം? അവിടെ വേറെ സ്വാധീനം ഉണ്ടായിരുന്നു. അവിടെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ കുടുംബാംഗം അവിടുത്തെ ഒരു വലിയ ഇപ്പോൾ അവർ മാറിയെന്ന് കേട്ടു. ഞാൻ പറയുന്നത് ഞങ്ങളത് പറയാനെന്ന് പറഞ്ഞു, ഞങ്ങൾ മനഃപൂർവ്വം പറഞ്ഞപ്പോൾ രാഷ്ട്രീയമാവും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോഴേക്കും സ്വാധീനങ്ങൾ പലയിടത്തും വരുന്നു. അതാണ് ഞങ്ങൾക്ക് സംശയം. അത് ഇങ്ങനെ ആവില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത് മുഖ്യമന്ത്രി ക്ലാരിഫൈ ചെയ്യണം. മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ അകത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് ശരിയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി ശരിയാണ്, അദ്ദേഹം പറയണം. ഇതിൽ ഗൂഢാലോചന ഉൾപ്പെടെ കണ്ടുപിടിക്കാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴില്ലല്ലോ. അദ്ദേഹം പറയണം ഇതുകൊണ്ട് തീരുന്നില്ല, ഇതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് അവരെയൊക്കെ ഞങ്ങൾ പിടിക്കും, അതിന് പോലീസ് സ്വാതന്ത്ര്യമുണ്ട്, അദ്ദേഹം പറയട്ടെ. അപ്പോഴേക്കും ഞങ്ങൾ ഞങ്ങളുടെ ആശങ്ക മാറ്റാം. ശരി, അതാണ് ശ്രീ വി. ശിവദാസൻ. ചർച്ച അവസാനിപ്പിക്കുകയാണ് ഞാൻ. ഇത് സ്വാഭാവികമാണ്, ആളുകൾ അത്ര ജാഗ്രതയോടുകൂടി കാത്തിരിക്കും. ദിശ സംഭവം ഉണ്ടായപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിരുന്നു. അമീറുൽ ഇസ്ലാമിനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും സംരക്ഷിക്കാനോ രമേശ് ചെന്നിത്തലയ്ക്കോ ഉമ്മൻചാണ്ടിക്കോ ഒന്നും യാതൊരു താല്പര്യവും ഉണ്ടായിട്ടല്ലല്ലോ. ആ സമയത്ത് പ്രതിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. രൂക്ഷമായ രാഷ്ട്രീയ ആക്ഷേപം നിങ്ങളും BJPയും ഉന്നയിച്ചു. സമാനമായ വിധത്തിലൊരു സർക്കാരാകുമ്പോൾ ആക്ഷേപം കേൾക്കും, വിമർശനം കേൾക്കും. പക്ഷേ എല്ലാവരെയും ബോധിപ്പിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. നീതി നടന്നാൽ പോരാ, അത് നടക്കുന്നതായി തോന്നുകയും വേണമെന്ന് കോടതി വിധികളെക്കുറിച്ച് പൊതുവെ പറയാറുണ്ട്. ഈ സർക്കാരിൻ്റെ സമീപനത്തിലും അത് വേണം. ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് നീതി നടപ്പാക്കപ്പെട്ടു എന്ന് തോന്നേണ്ടേ? അതിൻ്റെ ഉത്തരവാദിത്തം സർക്കാരിനില്ലേ? തീർച്ചയായും അഭിലാഷ്, സർക്കാർ സാമൂഹ്യ ഉത്തരവാദിത്വം നമ്മൾ ഓരോ ആളുകളും നിർവഹിക്കുന്ന പോലെ സർക്കാർ നിശ്ചയിക്കും. സർക്കാരും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തും. നിങ്ങളൊന്ന് ഓർമ്മിക്കേണ്ടത്, മസ്കറ്റ് ഹോട്ടലിൽ തന്നെ ബലാത്സംഗം ചെയ്തു എന്നൊരു സ്ത്രീ ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്ത ഒരു കാലം ഉണ്ടായിരുന്നു. ആ ആഭ്യന്തരമന്ത്രി ആ കേസ് കൊടുത്ത സ്ത്രീയുടെ പരാതിക്ക് എന്ത് വിലയാണ് കൊടുത്തത്? ഇത്ര നമ്പർ റൂമിൽ വെച്ച് ഒരു കോൺഗ്രസിന്റെ നേതാവ് എന്നെ പീഡിപ്പിച്ചു എന്ന് എഴുതി. ഞാൻ പറഞ്ഞത് അന്ന് പിൻവലിക്കുന്ന ദിവസവും പിൻവലിച്ച മാസവും എത്രമേൽ പിന്നിട്ടതിന് ശേഷമാണെന്ന് ഓർമ്മിക്കുക. പക്ഷേ ഇവിടെ പരാതി ഉയർന്നു വന്ന സാഹചര്യത്തിൽ കാണിക്കുന്ന ജാഗ്രത, സർക്കാരിന്റെ ജാഗ്രത, അതിനെ അഭിനന്ദിക്കാൻ ഈ വിഷയത്തിൽ സ്ത്രീകളുടെ വിഷയങ്ങളോട് താല്പര്യപൂർവ്വം സമീപിക്കുന്ന ആളുകൾ തയ്യാറാവണമെന്നുള്ളതാണ്. ശരി, എന്തായാലും പൊതുസമൂഹം ജാഗ്രതയിലായിരിക്കുമെന്ന ബോധ്യം പോലീസിനും ഭരണകൂടത്തിനും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ഡോക്ടർ വി. ശിവദാസൻ, ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അഡ്വക്കേറ്റ് ആശ, ശ്രീ PS ശ്രീധരൻപിള്ള ചർച്ചയിൽ പങ്കെടുത്തതിന്.